വലസൈപ്പറവുകൾ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളുടെ ജീവിതം പറയാനുള്ളൊരു ശ്രമമായിരുന്നു. സിനിമയ്ക്ക് മുമ്പ് അത് പറഞ്ഞിരുന്ന വലിയൊരു ചരിത്രം തന്നെയുണ്ട്. പക്ഷേ ഈസ സമാനമായ ഗവിയിലെ എൻ്റെ നാടുകൂടിയാണ് ഗവി. പ്രദേശത്തെ സിനിമ പറയുമ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്കൂടെ പോകുന്ന ഒരു രീതിയിൽ അത് നന്നായി അവതരിപ്പിക്കുകയും വലസൈപ്പറവുകളിലും അതേ രീതിയിൽ ചരിത്രത്തെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയും ആ ചരിത്രവുമായി ബന്ധപ്പെട്ട മനുഷ്യരിൽ പലരെയും സിനിമയിൽ കഥാപാത്രങ്ങളായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത പ്രത്യേകതയും ആ സിനിമയ്ക്കുണ്ട്. ആ സിനിമയിൽ കാണുന്ന അൻപഴി എന്ന കുട്ടി സിനിമയിൽ തന്നെ പരാമർശിക്കുന്ന പശുപ്പാറ വെടിവെപ്പിലെ രക്തസാക്ഷിയുടെ കൊച്ചുമകളാണ്. അങ്ങനെ നിരവധിയായ യഥാതഥമായ കാര്യകാരണങ്ങളും ഒക്കെ ചേർത്ത് വെച്ചൊരു സിനിമ കൂടിയാണ്. എന്നാൽ അതുകൊണ്ട് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളുടെ ജീവിതവും ദുരവസ്ഥയും സമരവും അതിജീവനവും പൂർണ്ണമായി അടയാളപ്പെടുത്തി എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല. നമ്മുടെ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ഇവിടെയുണ്ട്. ക്യാമറമാൻ പ്രിയൻ, എഡിറ്റർ പ്രശോഭ്, ആർട്ട് ഡയറക്ടർ ഷിബി ഫിലിപ്പ്, ആർട്ട് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണ മോറാഴ, ക്യാമറ അസിസ്റ്റൻ്റ് രഞ്ജിത്ത് പുത്തലത്ത്. 2020 ആണ്ടാള് ചെയ്തത്. കുറച്ച് ഫെസ്റ്റിവലിൽ ആ സിനിമ പോയിട്ടുണ്ട്. ധാക്ക ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഉൾപ്പെടെ പോയിട്ടുണ്ട്. ഇപ്പം അടുത്താണ് ഇങ്ങനെയുള്ള ഫെസ്റ്റിവലിൽ സിനിമ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവിയിലുള്ള ശ്രീലങ്കൻ അഭയാർത്ഥികളെ കുറിച്ചാണ് സിനിമ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അവിടെ ഒരു ഫോട്ടോഗ്രാഫി ക്യാമ്പ്, നമ്മുടെ ക്യാമറമാൻ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു ഫോട്ടോഗ്രാഫി ക്യാമ്പ് നടന്നപ്പോൾ അവിടെ ഇങ്ങനെയുള്ള കുറച്ച് മനുഷ്യരുണ്ട് എന്ന് എന്നോട് വന്ന് പറയുകയും അത് നമ്മുടെ ഈ സ്ക്രിപ്റ്റ് റൈറ്ററുമായി സംസാരിച്ച് ഇങ്ങനൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. ചെറിയൊരു പ്ലോട്ട് മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയിട്ടാണ് ആ സ്ക്രിപ്റ്റ് ഞങ്ങൾ എഴുതിയത്. ഒരുപക്ഷെ കേരളത്തിൽ അഭയാർത്ഥികൾ എന്ന് പറയുന്നത്, കേരളം പോലുള്ള ഒരു നാട്ടിൽ അഭയാർത്ഥികൾ ഉണ്ടോ എന്നത് സംശയമാണ്. പക്ഷേ അവിടെ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേരളത്തിലും അഭയാർത്ഥികളുണ്ട് എന്ന് മനസ്സിലായത് അവിടെ പോയപ്പോഴാണ്. അവരുടെ ഒരു ജീവിതം പകർത്താൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം വിജയിച്ചു എന്നത് നിങ്ങളാണ് പറയേണ്ടത്. അത് നമ്മളൊരു കൊളാഷയാണ് ചെയ്തിട്ടുള്ളത്. പല ഇവന്റ്സ് ചേർത്ത് കൊളാഷ് ചെയ്യും, അതിനൊരു ഇത് കൊടുക്കണം. ഈ കൊളാഷ് എന്നുള്ളത് ബേസിക്കലി ഇത് കൂടുതൽ സിനിമയൊക്കെ കൂടുതൽ എടുത്തു നിൽക്കുന്നതിന്റെ ഫോം അബ്സ്ട്രാക്ട് പെയിന്റിങ്ങിനോടാണ് അത് കൂടുതൽ എടുത്തു നിൽക്കുന്നത്. എനിക്ക് ഈ പെയിന്റിങ് കുറച്ച് താല്പര്യമുള്ള ഒരാളും കൂടെയാണ്. അപ്പോൾ ഒരു അബ്സ്ട്രാക്ട് പെയിന്റിങ്ങിന്റെ ഒരു ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു സ്മൂത്ത് ആയിട്ടുള്ള ചില ഏരിയകളും കൊടുത്തിട്ടുണ്ട്. അതേസമയം നമ്മൾ അതിനകത്ത് വളരെ അബ്സ്ട്രാക്ട് ആയിട്ട് ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേസിക്കലി ആ ഫോമിൽ തന്നെ അതിൻ്റെ ഒരു ഇംബാലൻസും സാധനങ്ങളും പലതിൽ നിന്ന് മൂവ് ചെയ്യുക, പല കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ശരിക്കും ഞാനിപ്പോൾ എൻ്റെ ക്രൂ മെമ്പേഴ്സിന് ഞാനിത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് തുടക്കത്തിൽ ആർക്കും അതിന്റെ കൺസെപ്റ്റ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ക്രൂവിനായിട്ടും കിട്ടാനായിട്ട്. ഞാൻ അവരോട് കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തത് നമ്മളൊരു കുറെ പത്രങ്ങൾ എടുത്ത് വെട്ടി ഒട്ടിച്ച് ഒരാളുടെ മുഖം ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും. ദൂരെ നിന്ന് നോക്കിയ ഒരു മുഖമായിരിക്കും, അടുത്ത് വന്ന് നോക്കി കഴിഞ്ഞാൽ ഓരോരോ വാർത്തകളായിരിക്കും. അതാണ് അതിന്റെ ഒരു ടോട്ടാലിറ്റിയിലാണ് അതിന്റെ ഫോമിന്. അപ്പൊ ബേസിക്കലി നമ്മുടെ ഡോക്യുമെന്ററികളുടെ ഒരു പൊതു സ്വഭാവം, പിന്നെ പഴയ സിനിമ ഉൾപ്പെടെ മണ്ണുൾപ്പെടെയുള്ള ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് കൂടുതൽ കണ്ടന്റ് ബേസ്ഡ് ആണ് പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്ററികളൊക്കെ. അപ്പൊ ഇത് കുറച്ചും കൂടി കൺസെപ്റ്റിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് പിന്നെ ഈ ഡോക്യു ഫിക്ഷൻ എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്, മോക്യുമെന്ററി എന്നുള്ള ഫോം ഉണ്ട്. പക്ഷെ ഡോക്യു ഡ്രാമ പലപ്പോഴും നമ്മുടെ ഒരു ഡോക്യുമെന്ററി ഫോമിൽ പൊതുവെ ഇന്ത്യൻ ഫിലിംസിൽ ഡോക്യുമെന്ററിക്കകത്ത് വളരെ പരിചിതമല്ലാത്ത ഒരു ഫോമാണ് ഡോക്യു ഡ്രാമ. അപ്പൊ സത്യത്തിൽ ഡോക്യു ഡ്രാമയാണ് ഈ വർക്ക് ബേസിക്കലി നോക്കിയിട്ടുള്ളത്. പിന്നെ ഈ പോയട്രി ഇലസ്ട്രേഷൻ അതിനകത്ത് വരുന്നത് നമ്മൾ തുടക്കം തൊട്ടിട്ടേ ശ്രദ്ധിച്ചു പോയ ആളുകൾക്കറിയാം, മായ ഏഞ്ചലോയുടെ സ്റ്റിൽ ഐ റൈസ് എന്നുള്ള പോയമാണ്. അപ്പൊ സ്റ്റിൽ ഐ റൈസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മലയാളത്തില് പൊതുവെ ചൊൽക്കവിതകളുണ്ട്. നമുക്കിപ്പോൾ ഒരുപാട് കവിത വായിക്കുന്ന കവിതകളുണ്ട്, ചൊൽക്കവിതകളും നമുക്കുണ്ട്. പക്ഷെ ഈ പെർഫോമൻസ് പോയട്രി ഇപ്പൊ അടുത്ത കാലത്ത് അൻവർ അലിയൊക്കെ അങ്ങനെ പെർഫോമൻസ് പോയട്രി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ആ രജിസ്റ്റർ മറ്റേ പേര് എൻ്റെ പേര് അലി എന്നൊക്കെയുള്ള ആ ഒരു CANRC കാലത്തൊക്കെ വന്നിട്ടുള്ള ആ കവിതയൊക്കെ പെർഫോമൻസ് പോയട്രി ആയിട്ടാണ്. പക്ഷെ പൊതുവെ നമുക്ക് പെർഫോമൻസ് പോയട്രികൾ അത്ര ഇതില്ല. നമ്മുടെ കവികളൊക്കെ ഒന്നുകിൽ കവിത എഴുതുന്നതും കവിത വായിക്കുന്നവരും അല്ലെങ്കിൽ കവിത നല്ല ഈണത്തിൽ ചൊല്ലുന്ന ആളുകളുമാണ്. അപ്പൊ അതിനപ്പുറത്ത് ഈ പെർഫോമൻസ് പോയട്രി എന്ന് പറയുന്നത് ഭയങ്കര പൊളിറ്റിക്കൽ ഫോമാണ്. അപ്പൊ മായ ഏഞ്ചലോയുടെ സ്റ്റിൽ ഐ റൈസ് എന്നുള്ള കവിതയ്ക്ക് ആ കവിതയാണ് സത്യത്തിൽ ഈ സിനിമ. അത് ആ കവിത ഇനി ഈ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കവിത ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താണ് സിനിമയുടെ ഫോം എന്ന് കുറച്ചും കൂടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റിൽ ഐ റൈസിൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്ന പല അത് ഈ കൊളാഷുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോമാണത്. അത് അവർ ചോദിക്കുന്നുണ്ട്, എൻ്റെ സെക്ഷുവാലിറ്റി നിങ്ങളതിനെ ഇതാക്കുന്നുണ്ടോ, എൻ്റെ റേസ് നിങ്ങൾക്ക് ഇത് വരുന്നുണ്ടോ, അതിനൊക്കെ മുകളിൽ ഞാൻ ഉയരുമെന്നാണ് ആ കവിത പറയുന്നത്. അപ്പൊ ഞാൻ പൊതുവെ നമ്മൾ ഈ സിനിമയിലെ വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത്. വളരെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ്. വളരെ നമ്മളെ ഭയങ്കരമായിട്ട് പെയിൻഫുൾ, എപ്പോഴും വളരെ പെയിനിങ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ ആ പെയിനിങ് ആയിട്ടുള്ള ഇൻസിഡന്റിനെ ഭയങ്കര ഇമോഷണൽ ആക്കി ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് എങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയായിരിക്കും അതിനോടൊരു പ്രതികരണം എന്നുള്ള രീതിയിൽ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും ഈ പറയുന്ന വിഷയങ്ങളോടൊക്കെ ഇപ്പൊ അതിജീവിതയ്ക്കൊപ്പമുള്ള അതുപോലെയുള്ള വിഷയങ്ങളോടൊക്കെ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലുള്ള എൻ്റെ ഒരു പ്രതികരണമാണ് സത്യത്തിൽ ഈ സിനിമ. അപ്പൊ പ്രതികരിക്കാൻ നമ്മൾ ഇപ്പം റേപ്പാണ്, ബോഡിയാണ് നമ്മുടെ മറ്റേ ഇതിന്റെ ഡിസ്ക്രിമിനേഷന്റെ കാരണം, അല്ലെങ്കിൽ ബോഡി കാരണമാണ്. ഇപ്പൊ സ്ത്രീ എന്നുള്ളൊരു ശരീരമാണ് ഈ റേപ്പ്, അങ്ങനെ പല തരങ്ങളിലും ഇപ്പൊ ബോഡി തന്നെയാണ് അതിനകത്ത് ഒരു ടൂളാവേണ്ടത്. അപ്പം ബോഡിനെ ഒരു പൊളിറ്റിക്കൽ ടൂൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ശ്രമിച്ചിട്ടുള്ളത്. ഇതൊക്കെ കൂടിയാണ് ആ സിനിമ. എൻ്റെ കൂടെ 2 ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. രണ്ടല്ല, സത്യത്തിൽ 3 പേരുണ്ട്. പ്രതാപാണ് DOP, പക്ഷെ ആനന്ദ് മണ്ണിലാണ്. പ്രതാപാണ് DOP. പ്രതാപ് എൻ്റെ ഈ മണ്ണിന്റെയും DOP ആയിരുന്നു. മണ്ണിന്റെ ക്യാമറ മുഴുവനായിട്ടും പ്രതാപ് തന്നെയാണ് ചെയ്തത്. കുറച്ച് പോർഷൻ ആനന്ദും ചെയ്തിട്ടുണ്ട്. ആനന്ദ് മണ്ണിന്റെ എഡിറ്റർ ആയിരുന്നു. അപ്പൊ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന സിനിമയുടെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ പ്രതാപ് DOP ആണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ക്യാമറ ഒരു മെയിൽ ഗേസ് എന്നുള്ള ഒരു സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ബോഡീനെ ഇപ്പൊ എനിക്ക് ക്യാമറയുടെ ലാംഗ്വേജ് പലപ്പോഴും എനിക്ക് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ പലപ്പോഴും പല സിനിമകളിലും ഇപ്പം ഞാൻ പറയുന്ന KG ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ത്രീപക്ഷമായിട്ടുള്ള സിനിമകൾ സംസാരിക്കുമ്പോൾ അത് ക്യാമറ എപ്പോഴും ഒരു മെയിൽ ഗേസ് ഉണ്ടാകും. കാരണം പലപ്പോഴും മെയിലാണ് ക്യാമറ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അത് ഒഴിവാക്കാൻ ഒരു പർപ്പസിൽ ഫുള്ളി അങ്ങനെ ഒരു ശ്രമം അല്ല ഞാൻ പറയുന്നത്. എന്നാലും ക്രൂവിൽ ഒരു മിക്സ് ക്രൂ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രതാപ് DOP നിന്നുകൊണ്ട് തന്നെ ആ ഷൂട്ടിങ് അങ്ങനെ പിന്നെ കുറെ പേര് 4-5 പേര് ക്യാമറ പലയിടത്തുനിന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഒരുപക്ഷെ ഒരു ഫുൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ മ്യൂസീഷ്യൻസ് ആയിട്ട് ഫീമെയിൽ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സിനിമയുടെ മൊത്തം ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തത് ആതിരയാണ്. എനിക്ക് തോന്നുന്നു മ്യൂസിക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് അതിരെ അങ്ങനെ എടുത്തു. പിന്നെ സുഹാസാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ സപ്പോർട്ട് പ്രോഗ്രാമറായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് സിനിമയെ പറ്റി അങ്ങനെ ആധികാരികമായി വിലയിരുത്തി സംസാരിക്കാനുള്ള പക്വതയും അതുപോലെ എക്സ്പീരിയൻസും ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്താന്ന് വെച്ചാല് ഞാനിപ്പോ ഈ പടം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ പ്രതാപ് സാറിനോട് പറഞ്ഞ കൃഷ്ണന്റെ ഒരു ഗുരുനാഥനാണ്. അപ്പം പ്രതാപ് സാറിനോട് പറഞ്ഞു ഞാനതിന്റെ ഹാങ് ഓവറിൽ നിന്ന് മാറിയിട്ടില്ല. കാരണം പ്രത്യേകിച്ച് ഇതിന്റെ ഒരു സാറ് പറഞ്ഞതിൽ തന്നെ പൊളിറ്റിക്കലി ഒരു സ്ട്രക്ചർ കൊടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് ഒരു പ്രത്യേക രീതിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു എന്ന് പറയാം. ഞാനടക്കമുള്ള മൊത്തം സൊസൈറ്റിയിൽ ഇരുന്ന് ചിന്തിക്കാനുള്ളൊരു മാസക്കാലത്തോളം അത് തലേന്ന് പോകാത്ത രീതിയിലൊരു ഇഞ്ചക്ഷനാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സാറ് തന്നിരിക്കുന്നത്. എത്രത്തോളം മറ്റുള്ളവർക്ക് എനിക്ക് കൺവേ ആയ കാര്യം ഞാൻ പറയുകയാണ്. സമീപകാലത്ത് എൻ്റെ നാട്ടിലടക്കം നടന്നിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വന്നു പോയിട്ടുണ്ട്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി അതിൻ്റെ ഫ്രെയിംസ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, ടോട്ടലി എന്താ പറയുക, സാറിപ്പോൾ എല്ലാ കാര്യങ്ങളും സാർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാലും ഇങ്ങനെയുള്ളൊരു ഇപ്പം വളരെയധികം ഇപ്പം എൻ്റെ നാട്ടിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നാടാണ്, വില്ലേജ് ഏരിയയാണ്. അപ്പം അവിടെ നടക്കുന്ന ഒരു കാര്യം ഇപ്പം ഈ സ്ത്രീ എന്ന് പറയുന്നത്, അപ്പോൾ ഒരു പെൺകുട്ടിയും 4 ആൺകുട്ടികളും വരികയാണ്. അപ്പം എനിക്കൊരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ട്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഞാൻ ചോദിച്ചു എന്താ ചെയ്യുന്നത്, ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളാണ്, കൂടെ ചെറിയ ആർട്ട് പ്രോഗ്രാംസ് ഉണ്ട്, അപ്പം ഞങ്ങളുടെ ഒരു ചെറിയ ആൽബം ഷൂട്ടിന് ലൊക്കേഷൻ നോക്കി വന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെയുള്ള സ്ഥലങ്ങളിൽ 1-2 സ്ഥലങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല ഒരു ടീം വന്നു. എടാ അവിടെ ഭയങ്കര വിഷയം നടക്കുന്നുണ്ട്. എന്താ വിഷയം? ഒരു പെൺകുട്ടിയും 4 ആൺകുട്ടികളുമാണ്. അത് വിഷയം തന്നെയാണ്. അത് നമ്മുടെ നാട്ടിൽ അത് സംഭവിക്കാൻ പാടില്ല. ജസ്റ്റ് നടന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങൾ ശരിക്കും വില്ലേജുകളിൽ ഞങ്ങളുടെ ഏരിയകളിൽ എത്തിക്കണേ പ്രതാപ് സാറിനോട് പറയാണ്. അവിടെ ഇപ്പോഴും വരുത്തൻ സിനിമയുടെ സെക്കൻഡ് ഹാഫ് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മളെ എന്താ പറയുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. അതുപോലെ മേർഡേഴ്സ് നടന്നിട്ടുണ്ട്. എന്നെ റിലേറ്റഡ് ആയിട്ടുള്ള, എൻ്റെ വില്ലേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മർഡേഴ്സ് നടന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സിനിമകൾ ഒരു എന്താ പറയുക ലെസൺസ് ആണ്. ഹാറ്റ്സ് ഓഫ് യു ഡയറക്ടേഴ്സ് ഓൾ, എസ്പെഷ്യലി വലൈസൈ പറവുകൾ അവിടുന്ന് കണ്ടു ഇവിടുന്ന് കണ്ടു. അപ്പോൾ അതിൽ സാറിനോട് അന്ന് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, കാരണം സത്യം പറഞ്ഞാൽ അന്ന് മൈക്ക് പിടിക്കാനുള്ള ധൈര്യമില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഇത് അറ്റൻഡ് ചെയ്യുന്നത്. അതിലൊരു ഞാൻ അവരുടെ ആക്ട്രസിനോട് ആ കാര്യം ഷെയർ ചെയ്തിരുന്നു. അവർ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു വീണ വായിക്കുന്ന ഒരാളതിൽ കയറുന്നുണ്ട്. അപ്പോൾ ആ മ്യൂസിക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുട്ടി പറയുന്നുണ്ട്, അപ്പം തൂക്കം വരുന്നു, എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുമ്പോൾ കറക്റ്റ് എക്സാക്ട് പോയിന്റിൽ എനിക്ക് ഉറക്കം വന്നു. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പടം മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്, ത്രൂ ഔട്ട് അതിന് വേറൊരു ഫീല് കൊണ്ടുവരാൻ പറ്റി. സോ മുന്നോട്ട് എനിക്ക് ഇത് ഓരോന്നും ലെസൺസ് ആണ്. ഹാറ്റ്സ് ഓഫ് യു. ഇങ്ങനെയുള്ള എന്നെപ്പോലുള്ള ആളുകൾക്ക് മടി കാണിക്കുന്ന കാര്യങ്ങൾ, അല്ല എൻ്റെ ഏജിലുള്ള ആളുകൾ പുറത്തേക്ക് സംവദിക്കാൻ മടി കാണിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് വളരെ ഇങ്ങനെയുള്ള സിനിമകൾ വരുന്നത് നിങ്ങളുടെ ഡയറക്ടേഴ്സിന്റെ ചങ്കൂറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. ഹാറ്റ്സ് ഓഫ് യു അഗെയിൻ. താങ്ക് യു. എൻ്റെ പേര് റിയാസ്, മഞ്ചേരി എന്നാണ്. അപ്പോൾ ഈ കണ്ട 4 സിനിമയും വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ ആദ്യത്തെ പ്രതാപന് മാവോയിസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രതാപനോട് അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ ഒച്ചിൻ്റെ സിമ്പല് ഈ ഒരു ഇതിനെങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അത് കൂടുതലൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, വളരെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആയിട്ട് തന്നെ ഒരു സിമ്പല ഒരു ഇതാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ ഷോട്ടും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പുതിയൊരു ഇൻഫർമേഷൻ ഒന്ന് ആണ്ടാളിനെ സംബന്ധിച്ചായിരുന്നു. അത് ആണ്ടാൾ ഇവിടെ കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ അഭയാർത്ഥികളുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അത് പുതിയ അറിവായിരിക്കാം. ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് കേട്ടോ, അല്ലാത്തവരോട് പറയുന്നില്ല. ഒന്ന്, പിന്നെ രണ്ടാമത് അത് എടുത്ത രീതിയും അത് ചെയ്ത രീതിയും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് എല്ലാവരോടും ഡയറക്ടറോടക്കം ഒരു ബിഗ് താങ്ക്സ്. നന്നായിട്ടുണ്ട്. വലൈസ പറവുകൾ അത് ഞാൻ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്. അവിടെയും ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ എനിക്ക് മനസ്സിലായത് നമ്മൾ എപ്പോഴും ടൂറ് പോകാറുണ്ട്, പക്ഷെ യാത്ര ചെയ്യാറില്ല. ഈ ടൂറ് പോകുമ്പോൾ സ്ഥലം കാണും, അനുഭവം ജീവിതം രണ്ടും കാണാറില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും മൂന്നാർ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ജീവിതം ഉണ്ട് എന്നുള്ളത് നമ്മൾ ടൂറ് പോകുന്ന മനുഷ്യന്മാരാരും ഓർക്കാറില്ല. അവിടെ നമുക്ക് സ്ഥലങ്ങളേ ഉള്ളൂ. മൂന്നാറും വയനാടും പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൂർ പോകുന്ന സ്ഥലങ്ങളായതുകൊണ്ട്. അപ്പോൾ അവിടുത്തെ ജീവിതം ഒന്ന് കാണിച്ചു തന്നതിന് പ്രത്യേകിച്ചും അതിൻ്റെ ഡയറക്ടറോടും അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനോടും പ്രത്യേകിച്ചും അത് പുറത്തേക്ക് കൊണ്ടുവന്നതിന് നമുക്കറിയാം, എന്നാലും കുറച്ചും കൂടി അത് പുറത്തേക്ക് അധികം വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ചില സമയത്തൊക്കെ പറയാറുണ്ട് ഈ വയനാട്ടിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ. മാതൃഭൂമിയിലാണ് തോന്നുന്നു ഇനിഷ്യൽ ഓർമ്മല്ല, ജയേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അയാൾ ആദ്യമായിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് വയനാട്ടിൽ ആദിവാസികൾ ഉണ്ട് എന്ന് തന്നെ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതെന്നുള്ള നിലക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞ പോലെയാണ് അതിൻ്റെ അവസ്ഥ. പിന്നെ ലാസ്റ്റ് കണ്ട അത് ഗംഭീരം വർക്കായിരുന്നു കേട്ടോ.
താങ്ക്സ്. കാരണം ഇതിൽ ഞാൻ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ അധ്യാപകനും കൂടിയാണ് ഒരു കോളേജിൽ. അപ്പോൾ നമ്മളെ കുട്ടികൾ ഒരുപാട് ഇതിനെ പറ്റിയിട്ട് ഞാനിത് പറഞ്ഞു ചെയ്തിട്ടുണ്ട്. നമ്മളെ കുട്ടികൾ ഇതിനെപ്പറ്റി ഒരുപാട് പ്രൊജക്റ്റൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ LGBTIക്ക് ഇപ്പോൾ ലാസ്റ്റ് വന്ന എന്താണ് ആ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഭീമ ജ്വല്ലേഴ്സിൻ്റെ പരസ്യത്തിലാണെന്ന് ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സംഭവം കേരളം മീഡിയയിൽ വന്നിട്ടുള്ളത്. അത് വെച്ച് വരെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെന്താണ് LGBT എന്താണെന്നുള്ളതിലപ്പുറം സെക്സ് എന്താണ്, ജെൻഡർ എന്താണ്, സെക്ഷുവാലിറ്റി എന്താണ്, സെക്ഷൽ ഐഡൻറ്റിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ഇത് നാലും നമ്മൾ ഡിഫറൻസ് അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ. ഇവർക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, കേരളത്തിലെ മിക്കവാറും എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞ മലയാളികൾക്ക് ആർക്കും അറിയുന്ന എനിക്ക് വലിയ സംശയമുണ്ട് അറിയുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം ഇത് നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കുറച്ച് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കുറച്ചും കൂടി അതിൽ ക്ലാരിറ്റി വരുത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതേപോലെ കുറച്ച് കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. കുറച്ച് കൂടുതൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയാണ്. അത് കൊണ്ടുവന്നപ്പോൾ എൻ്റെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഒരു യൂണിഫോം കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാം, പ്രിൻസിപ്പൾ പറഞ്ഞു അത് പറ്റില്ല, പെണ്ണ് പെണ്ണാണ്, ആണ് എന്നും പറഞ്ഞിട്ട് ഒരു സ്കൂൾ HM പറയുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് നോക്കണം. ദുരന്തം എന്നല്ലാതെ അതിൻ്റെ മലയാളത്തിൽ വേറെ വാക്കുണ്ടോ എന്ന് ഒരു സ്കൂൾ HM ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരെയുള്ള ഒരു അവസ്ഥ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഇതാക്കിയോ, കാരണം 3/4 കാരണം പെൺകുട്ടികൾക്ക് സ്പോർട്സിൽ പങ്കെടുക്കണ്ട, കാരണം പെൺകുട്ടികൾക്ക് പോക്കറ്റേ ഇല്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോ, പെൺകുട്ടികളുടെ ഡ്രസ്സിന് പോക്കറ്റ് ഇല്ല. കാരണം എന്താണെന്ന് അറിയുമോ, പെൺകുട്ടികൾ ഫിനാൻസ് കൈകാര്യം ചെയ്യേണ്ടവരല്ല, അത് ആണുങ്ങൾ ചെയ്തോളൂ എന്നുള്ളതാണ്. അപ്പോൾ പോക്കറ്റിൻ്റെ ആവശ്യമില്ല. എന്തായാലും അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളെ ലൈഫിനോട് ഇപ്പോൾ ഇന്ന് നിങ്ങൾ സധൈര്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. ദെൻ മൈ ബോഡി ഈസ് മൈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് കൊണ്ടുവന്നതിന് താങ്ക്സ്. താങ്ക് യു. അതിൽ വലൈസി പറവോട് കുറച്ച് തുടങ്ങിയ ശേഷമുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ വിനോദയാത്രകളും അതേപോലെ തന്നെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ കളർ ടോണാണ് കാര്യമായിട്ട് സിനിമയിലുണ്ടാവുക. പക്ഷേ ഈ സിനിമയ്ക്ക് ആ സിനിമയുടെ പ്രമേയം പോലെ തന്നെ ഞാനത് നമ്മുടെ സുഹൃത്തുമായി സംസാരിച്ചിരുന്നു. ഒരു ഡള്ളാണ്. ആദ്യം ഞാൻ കരുതി, ഞാൻ ആ സിനിമയിൽ കയറുമ്പോൾ എന്തോ സാങ്കേതിക പ്രശ്നമുള്ള പോലെ പ്രഭാത് സംസാരിക്കുന്നത് കേട്ടു. ഞാൻ വിളിച്ചാൽ അങ്ങനെ എന്തോ പ്രശ്നമാണെന്ന് അങ്ങനെ. പക്ഷെ അതിന് കൊടുത്തിട്ടുള്ള അത് ഒരു വലിയ പ്രകൃതിയുടെ വളരെ ആഘോഷമായ വർണ്ണങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആ സിനിമയ്ക്ക് സ്വീകരിച്ച ആ കളർ ടോൺ വളരെയധികം ഇഷ്ടപ്പെട്ടു. സിനിമയുടെ മൊത്തം കണ്ടൻറ്റിനെ അത്തരത്തിലേക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാർ സമരം നടക്കുന്ന കാലത്ത്, പൊമ്പിളൈ ഒരുമയുടെ സമരം നടക്കുന്ന കാലത്ത് 2 ദിവസം അവിടെ ആ സമരത്തിനോടൊപ്പം നിന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചിതമല്ലാത്ത പല പ്രശ്നങ്ങളും അവിടെ പോകുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ. ഇവിടെ ഈ കാണിച്ചിട്ടുള്ള എല്ലാ സിനിമകളിലും കുറ്റവാളി ഭരണകൂടമാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. വാളയാറിലെ കുട്ടികൾ കൊലയപ്പെട്ട സമയത്ത് ഞാനും ബിന്ദു അമ്മണി ഒക്കെ അടക്കമുള്ള സംഘം വാളയാർ സന്ദർശിക്കാൻ പോയിരുന്നു. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അവിടെ വാളയാർത്തെ കുട്ടികൾക്ക് വേണ്ടി സമരം നടത്തുന്നത് BJP ആണ് എന്നുള്ളതാണ്. BJP ആണ് അവിടെ മാസങ്ങളോളം പുറത്ത് വലിയ പന്തൽ കെട്ടി സമരം നടത്തുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഏകദേശം മെയിൻ റോഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്, കാട്ടിനുള്ളിൽ കൂടെയൊക്കെയാണ് കുട്ടികളുടെ വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് BJP കാണുന്നത് ശബരിമല കയറാൻ പോയ ബിന്ദു അമ്മണി കനകദുർഗയൊക്കെ ഇറങ്ങുന്നൊരു സംഘമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ആ കുട്ടികളുടെ അമ്മയും അച്ഛനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ ഒരു സംഘം വന്നു അവിടേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിടിച്ചിറക്കാനുള്ള ശ്രമം നടത്തി. ഇവരോട് നിങ്ങൾ സംസാരിക്കേണ്ടതില്ല. അപ്പം കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ വേട്ടക്കാരനും ഇരകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ അവിടെ ഈ വാളയാർ സമരത്തിൽ യഥാർത്ഥ കുറ്റവാളി ഇവിടുത്തെ ഇടതുപക്ഷ ഭരണകൂടം തന്നെയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ ഈ വാളയാർ കുട്ടിയുടെ അമ്മ പോയിട്ട് അവിടെ മത്സരിച്ചത്.
അപ്പോൾ രാംദാസിൻ്റെ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു വലിയൊരു പ്രശ്നം ഞാൻ ആമോസിനോട് പറഞ്ഞു. ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം കേരളം നടപ്പാക്കി എന്നൊരു തെറ്റായ ഒരു സന്ദേശം ഈ ഫിലിം കൊടുക്കും. കാരണം അതിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങളങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ സംസ്ഥാനം അത് മനസ്സിലാക്കണം. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഈ യൂണിഫോമിൻ്റെ മനോഹരമായ ചിത്രവും ആ കുട്ടികൾ ഒരുമിച്ച് ചാടുന്ന ചിത്രങ്ങളൊക്കെ എല്ലാ പത്രങ്ങളും കൊടുത്തു. ഞങ്ങളൊക്കെ വലിയ ആവേശത്തോടു കൂടി പുസ്തകത്തിലടക്കം എല്ലാ സ്ഥലത്തും എഴുതിയതാണ്. 1-2 മുസ്ലിം സംഘടനകൾ ഇതിനെതിരെ തെരുവിലിറങ്ങിയപ്പോഴേക്കും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു തീരുമാനം ഭരണകൂടം എടുത്തിട്ടില്ല എന്നാണ് പൂർണ്ണമായി എന്നെ കൊന്നുകളഞ്ഞു. പക്ഷേ ഈ ഇത് കാണുമ്പോൾ കേരളത്തിൽ അങ്ങനെ വിപ്ലവകരമായ എന്തോ തീരുമാനം എടുത്തെന്ന് തോന്നുന്നു. അതിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന സമയത്ത് അതും കൂടെ അതിലേക്ക് കൊള്ളിക്കേണ്ടതുണ്ട്. കാരണം ഒരു വലിയ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതീക്ഷയെ കൊന്നുകളഞ്ഞാണ്. അതുപോലെ ഓരോ സ്ഥലത്തും നമുക്കറിയാം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. മതമില്ലാത്ത ജീവൻ വന്നപ്പോൾ അതിന് വേണ്ടി തെരുവിലിറങ്ങി പുസ്തകങ്ങൾ കത്തിച്ചപ്പം ആ പാഠഭാഗം നീക്കിയ ഭരണകൂടമുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഈ രാംദാസിൻ്റെ ആയാലും ഈ സിനിമകളൊക്കെ തന്നെ കൂടുതൽ സ്ഥലത്ത് കാണിക്കപ്പെടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. ഇപ്പം ഇവിടെ ഏകദേശം ഒരു 100 പേര് ഇരുന്ന് സിനിമ കാണുന്നുണ്ടെങ്കിൽ ഈ 100 പേരൊക്കെ ഏകദേശം ഇത്തരം കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ആളുകളാണ്. അതിനു പുറത്താണ് നേരത്തെ ഇയാൾ സുഹൃത്ത് പറഞ്ഞ പോലെ അതിനു പുറത്തേക്കുള്ള സ്ഥലത്തേക്ക് ഇത്തരം സിനിമകൾ എങ്ങനെ കാണിക്കാൻ പറ്റുന്നതാണ് പരിശോധിക്കേണ്ടത്. പണ്ട് ജോണിൻ്റെ സിനിമകൾ ഞാനൊക്കെ വളരെ ചെറുതാവുന്ന സമയത്ത് എൻ്റെ നാട്ടിലെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരൊരു ചെറിയ പ്രൊജക്ടറൊക്കെ വെച്ച് ഒരു 7 മണിക്ക് ശേഷം പബ്ലിക്കായി സ്ക്രീൻ ചെയ്യുന്ന പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങളൊക്കെയുള്ള സിനിമകൾ ജനങ്ങൾ കാണുന്നത്. അത്തരത്തിലൊരു ജനകീയ ബദൽ അന്വേഷണങ്ങൾ ഇത്തരം സിനിമകൾ കാണിക്കാൻ വേണമെന്നുള്ളതാണ് പറയുന്നത്. കോഴിക്കോട്, തൃശ്ശൂർ, മലപ്പുറം ഭാഗത്തു നിന്നൊക്കെയുള്ള ചില സമരങ്ങളുടെയും ചില പ്രതിഷേധ പരിപാടികളുടെയും ഒക്കെ വിഷ്വലിൽ ഞാൻ അറിയാതെ ഭാഗമായി ഞാൻ ഈ ഡോക്യു ഫിക്ഷൻ്റെയും ഭാഗമായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും ഓർത്തത് കളേഴ്സ് ഓഫ് ട്രാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കോഴിക്കോട് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഡ്രാമ, ചെന്നൈയിൽ നിന്ന് വന്ന ഒരു ടീമിൻ്റെ ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ശരീരം വളരെ പൊളിറ്റിക്കലായിട്ട് അവരുടെ ശരീരത്തിൻ്റെ നഗ്നത കാണിച്ചുകൊണ്ട് ഒരു കലാപ്രവർത്തകരുടെ ഒരു സംഘം വന്ന് മനുഷ്യരെ ഞെട്ടിച്ച് കളഞ്ഞ. ശരിക്കും ഞാനൊക്കെ ആ ഡ്രാമ കണ്ടിട്ട് അവിടുന്ന് പോരുമ്പോൾ ഞാൻ ഇപ്പം ഈ പഴയൊരു ഞാനല്ലാതെയാണ് അവിടുന്ന് പോകുന്നത്. എങ്ങനെയാണ് ഒരാൾക്ക് തൻ്റെ ശരീരത്തെ ഇത്രയും പൊളിറ്റിക്കലായിട്ട് സമീപിക്കാനും ആവിഷ്കരിക്കാനും പറ്റുക എന്ന് ആ നാടകമാണ് ശരിക്കും എന്നെ കാണിച്ചു തന്നത്. പിന്നീട് ഇപ്പോൾ ഈ രാംദാസിൻ്റെ ഈ സൃഷ്ടിയിൽ ശരിക്കും യാതൊരു തരത്തിലും എങ്ങനെയാണ് ഇങ്ങനെ ശരീരബോധത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാന്ന് ഇത്രയും നേരം അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ കുറേയൊക്കെ അതിൽ നിന്ന് പുറത്ത് കിടന്നു എന്ന് തോന്നുന്നു, എൻ്റെ ശരീരബോധത്തിൽ നിന്ന്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ, അനുഭവിക്കാൻ പറ്റിയ ഒരു ഡോക്യുമെൻ്ററിയാണ്. പിന്നെ ഇപ്പം എന്തുകൊണ്ട് ഇതുപോലത്തെ രംഗങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നില്ല, ഞാനിപ്പോൾ ഇത്തരം രംഗങ്ങളിലേക്കൊന്നും തീരെ പോകുന്നില്ലേ, സ്വകാര്യ ജീവിതത്തിലേക്ക് അങ്ങ് മുഴുകിപ്പോയോ എന്നൊക്കെയുള്ള ഒരു ആത്മപരിശോധനയ്ക്കും കൂടി ഈ ഡോക്യുമെൻ്ററി കാരണമായിട്ടുണ്ട്. പിന്നെ മണ്ണ് നേരത്തെ കണ്ടിട്ടുണ്ട്. മണ്ണ് കാണാത്തവർക്ക് വേണ്ടി രാംദാസിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോക്യുമെൻ്ററി മണ്ണാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് അതിൻ്റെ ഓരോ സമീപനവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ 2 ഡോക്യുമെൻ്ററിയിലെയും നേരത്തെ പറഞ്ഞ പോലെ വിഷ്വൽ ഭംഗി പറയാതിരിക്കാൻ വയ്യ, വളരെ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനം. സിനിമകൾ മാവോയിസ്റ്റ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ പ്രതാപൻ്റെ മുമ്പ് എഴുതിയിരുന്നു മിനിമൽ സിനിമേൻ്റെ ഗ്രൂപ്പിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടാണ് പേര് കൊടുത്തതെന്ന്. അപ്പോൾ ഒരു പോലീസുകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ മാവോയിസ്റ്റ് സിനിമ എടുത്ത പ്രതാപിന് ഞാൻ ആദരം അർപ്പിക്കുന്നു. പിന്നെ ഷെരീഫി സൈഡ് പടമായാലും അലസപ്പറ എത്തുമ്പോൾ
അതും വ്യക്തിപരമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യുന്ന പടങ്ങളാണ്. കാരണം എൻ്റെ അമ്മ ഒരു തോട്ടം തൊഴിലാളിയായിരുന്നു, എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു. മാത്രമല്ല ശ്രീലങ്കൻ അഭയാർത്ഥികളായിരുന്നു എൻ്റെ അയൽക്കാർ. ഞാൻ കൂടുതലുള്ള എല്ലാ അയൽക്കാരും ശ്രീലങ്കൻ അഭയാർത്ഥികളായിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ നാട്ടുകാരായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതും നന്നായിട്ട് റിലേറ്റ് ചെയ്യും. എനിക്കിപ്പോൾ നിങ്ങളുടെ പടത്തിൽ ആണ്ടാളിൽ എനിക്കത് ഒരു നെഗറ്റീവ് അടിച്ചത് അവരുടെ സംഭാഷണം ഭാഷ ചെയ്യുന്നതിൽ. പക്ഷേ അത് കുറച്ച് എന്താണ്, അത് വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ടായിരിക്കാം എനിക്കത് ഫീൽ ചെയ്തത്. അപ്പോൾ അതും പിന്നെ മുമ്പൊക്കെ നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമയിൽ നമ്മുടെ തേയില എസ്റ്റേറ്റുകൾ ഒക്കെ കാണിക്കുന്നത് ബ്യൂട്ടിഫുള്ളായിട്ട് പാട്ട് സീൻ, അല്ലെങ്കിൽ അവിടുത്തെ മാനേജർമാർ, അവിടുത്തെ സുന്ദരിമായ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറ്റി സിനിമകൾ വരുന്നത് വേറെ സന്തോഷം. ബാക്കി സംസാരിക്കാൻ കുറച്ച് കഴിവ് കുറവാണ്, അതുകൊണ്ട് ഞാൻ എഴുതിക്കൊള്ളാം. പിന്നെ രാംദാസിൻ്റെ സിനിമയാണെങ്കിൽ കോവിഡ് സമയത്താണ് 21 days എടുക്കുന്നത്. അത് അന്ന് ചെറിയ സ്ക്രീനിൽ മൊബൈലിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഗംഭീരമായ അനുഭവമായി ആ സിനിമ. രണ്ടാമത്തെ സിനിമ മുമ്പ് കണ്ടിരുന്നു, പക്ഷെ അത് ഒന്നും കൂടി ട്രിം ചെയ്തപ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുണ്ട്, നല്ല ഫീലുണ്ട്. പിന്നെ അതിലെ മ്യൂസിക് ചെയ്തതിൻ്റെ സന്തോഷം വേറെ ഉണ്ട്. ചെന്നൈയിൽ കാണിക്കുമ്പോൾ അവർക്ക് അവിടെ തമിഴ്നാട്ടിൽ നിന്നല്ലാതെ ഉള്ള ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു, കൊൽക്കത്തയിൽ നിന്ന് മറ്റു പല ഭാഗത്തു നിന്ന് വന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വളരെ ഇൻസിഡന്റ്, അങ്ങനെ അവർ പലരും പറഞ്ഞ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അത് അപ്പം അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതേസമയം ഇത്തരം പ്രൊട്ടസ്റ്റുകളും ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിയില്ല എന്ന് പറയും. അതുപോലെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പലരും പറഞ്ഞല്ലോ, ഇപ്പം ഇദ്ദേഹത്തിന്റെ പടം ഷെരീഫീസിന്റെ പടത്തിൽ കാണുമ്പോഴാണ് ഇങ്ങനൊരു വിഷയമുണ്ട്, ഗവിയിൽ അങ്ങനെ ഒരു ഇതുണ്ട്. സുനിലിന്റെ ഞാൻ പറയുന്നത് എല്ലാം തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എല്ലാ പടങ്ങളും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് മാവോയിസ്റ്റ് എന്ന് പറയുന്ന പടത്തിൽ അത് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എത്രയും സത്യസന്ധമായിട്ടാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ കലാകാരന്മാരോ പാട്ടുകാരോ ഒന്നിച്ച് ചേർന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ ഭരണകൂടം ഇടപെടുന്നു എന്നുള്ളതും അതിനെ ആ ഒച്ചിനെയൊക്കെ അത്രയും നേരത്തെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇത് നീട്ടാമായിരുന്നു ആ തോട്ടൊക്കെ. പലപ്പോഴും അത് ചില പടങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രാഗ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇതിനി എത്ര നീണ്ടുപോയാൽ തന്നെ ഇത് ഒരിക്കലും അധികമാവില്ലല്ലോ എന്നുള്ള ഒരു തരത്തിലേക്ക് അതിനെ മാറ്റി നിർത്തി. ആണ്ടാളിൽ പറയാനുള്ളത് പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ആ ഭാഷ ഉപയോഗിക്കുന്നിടത്താണോ, എനിക്ക് ആ ഭാഷയെ കുറിച്ചിട്ടൊന്നും അറിയില്ല, പക്ഷെ ഭാഷ ഉപയോഗിക്കുന്നിടത്താണോ എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് വേണോ ഭാഷ ഉപയോഗിക്കുന്ന രീതിയിലാണോ അറിയില്ല, കുറെ എഡിറ്റിങ്ങിന്റെ ആവശ്യം ഉണ്ടായിക്കൂടെ എന്നുള്ളൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു ആ മൂവി കണ്ടപ്പോൾ. കാരണം ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുമ്പം പലയിടത്തും അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് എവിടെയൊക്കെ ചോർന്നു പോയ പോലെ എനിക്ക് അതിന് അനുഭവപ്പെട്ടു. അത് എൻ്റെ ഒരു ഭാഗത്തെയാണോ എന്താണെന്നറിയില്ല, എൻ്റെ അഭിപ്രായം ഞാനൊന്ന് പറയണു എന്ന് മാത്രം. ആഫ്റ്റർ ഓൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മൂല്യം ആ പടത്തിനുണ്ടായിരുന്നു. ബൈജു ഒക്കെ പറഞ്ഞ പോലെ ആ കളർ ടോൺ ഉപയോഗിച്ചതും, കാരണം ഒരിക്കലും ഗവിയുടെയോ വയനാട് പോലുള്ള തേയിലത്തോട്ടത്തിൻ്റെയോ മഞ്ഞ് ഇങ്ങനെ ഒഴുകി പരക്കുന്ന മലനിരകൾ എടുത്തും കൊണ്ടോ ഒരു ചുവന്ന പൂവ് അതിൻ്റെ നടുക്ക് വെച്ചിട്ടുള്ള ഷോട്ടുകൾ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് ആ ഒരു പ്രശ്നം പ്രതിഫലിക്കുന്ന രീതിയിലുള്ള ഒരു ആംഗിളിൽ തന്നെയായിരുന്നു ക്യാമറ പോലും അതിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് എനിക്ക് ഫീൽ അത്തരത്തിൽ അതൊരു ബിഗ് ഹാറ്റ്സ്. കാരണം വളരെ കൃത്യമായിട്ട് അഭിനന്ദനം അറിയിക്കുന്ന ഒരു മൂവിയാണ്. ഈ പറഞ്ഞ ഒരു ചെറിയ പ്രശ്നം അതിൽ നിന്ന് തിരിച്ച് ലേസി പറവയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു തുടർച്ചയെന്നാണെങ്കിലും അവിടെ കുറച്ച് മനുഷ്യ ജീവിതങ്ങൾ ഉയർന്നു വന്നതായിട്ട് പല മൂന്നാല് ആ അനുഭവങ്ങളിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ അവരുടെ ഒരു മനസ്സിനെയാണോ ആ ഒരു പൊളിറ്റിക്കലൈസേഷന് അപ്പുറത്തേക്ക് ഒരു പേഴ്സണലി അതിൻ്റെ ഒരു വികാരത്തെയാണോ മുൻനിർത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു. അത്തരത്തിൽ ആ മൂവിയെ എന്തോ നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ പേടിയോടുകൂടി മറ്റേ സുഹൃത്ത് പറഞ്ഞ പോലെ ആശങ്കയോടുകൂടിയും പേടിയോടുകൂടിയും ഒരു രാഷ്ട്രീയമായിട്ട് അതിനെ കാണുന്നതിന് പകരം മനസ്സിൻ്റെ ഉള്ളിലേക്ക് വേറൊരു തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നി. അല്പം ഒരു ഫീലിംഗ് അതിലേക്ക് നമ്മുടെ അടുത്ത് എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾക്കാണല്ലോ ഇങ്ങനെ ഓരോന്നോരോന്നും അടിക്കടി ദുരന്തങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അവർ നേരിടുന്നത് ഇത്തരം പ്രശ്നങ്ങളിലേക്കാണല്ലോ എന്നുള്ളത് തോന്നി.
റസിൻ്റെ പറയുകയാണെങ്കിൽ ബൈജു പറഞ്ഞൊരു അഭിപ്രായം തന്നെ എനിക്കും ആ കാര്യത്തിലുണ്ട്. അവിടെ ഒരു കല്ലുകടി ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ബോഡിയെ ആർട്ടാക്കി മാറ്റുന്നതിലൂടെ നിങ്ങൾ എത്ര അത് മുഴുനീളം ആ മീഡിയ ഉപയോഗിച്ചാൽ പോലും അതൊരിക്കലും അധികമാവില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. ഇനിയും അതിൻ്റെ വേറൊരു മാനത്തിലേക്ക്, അടുത്തൊരു മാനത്തിലേക്ക് ഇത് വരട്ടെ. ആ മൂമെന്റ് കയറി വരുന്നതിലൂടെ, താളങ്ങൾ കയറി വരുന്നതിലൂടെ എനിക്ക് എപ്പോഴും തോന്നി അതിൻ്റെ അടുത്ത മാനത്തിലേക്കൊന്ന് പോട്ടെ, അടുത്ത മാനത്തിലേക്കൊന്ന് പോയിക്കോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. മ്യൂസിക് ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, ഒരു ശക്തമായ മ്യൂസിക് ആയിരുന്നു. ഒരു ജെൻഡർ ഒരു വൈവിധ്യമില്ലാത്ത തന്നെ രീതിയിലുള്ള ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതിന് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ആ പടം കൂടി കണ്ടിട്ട് പോകണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ആ പടത്തിൻ്റെ ഒരു ശക്തമായ പ്രമേയം മറ്റും ആയിരിക്കാം മണ്ണ് കാണാനും കൂടി ഇവിടെ എന്നെ ഇരുത്തുന്നത് എല്ലാവർക്കും. പിന്നെ വേറൊരു അഭിപ്രായമുള്ളത്, ഇതിങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതിൽ വരാതെ പണ്ട് ജോണിൻ്റെ മൂവിയും ക്ലബുകളിലൊക്കെ ബേസ് ചെയ്തും കൊണ്ട് പുറത്തേക്ക് പോയതുപോലെ ഈ മൂവി പുറത്തേക്കൊന്ന് പോകാനുള്ള ശ്രമം നടത്തിക്കൂടെ എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഉണ്ട്. അതായത് പ്രതാപ് ജോസഫിന്റെ സിനിമകളിലെ എല്ലാത്തിൻ്റെയും ഫോം ഭയങ്കര ഡിഫറെൻ്റ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സിനിമയെ പറയാം, മാവോയിസ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെ ഒരേ സമയം ചാലഞ്ച് ചെയ്യുകയും അതേസമയം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളോട് അറിയാതെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക്, അതായത് സാധാരണ സിനിമ എല്ലാത്തിലും പ്രേക്ഷകർക്കൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം ഈ ഒരു വർക്ക് മുഖ്യധാര പ്രേക്ഷകരിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഐ മീൻ അത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കലാസൃഷ്ടിയും ഒരു പ്രേക്ഷകനും സിനിമയിൽ പ്രേക്ഷകൻ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എങ്ങനെയാണ് അതിനെ സമീപിക്കാൻ എന്നുള്ളൊരു ഉത്തരം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ രാമദാസേട്ടൻ്റെ പടമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് ചേട്ടായി പ്ലാൻ ചെയ്യുമ്പോൾ ഈ സിനിമയിൽ തന്നെ പല കാര്യങ്ങളും ഒരു പവർഫുൾ ആയിട്ടൊരു മുദ്രാവാക്യം വിളി പോലെയാണ് തോന്നുന്നത്. അതായത് ഞാൻ പോസിറ്റീവായിട്ട് പറയാം. അപ്പോൾ ഇത് കൺസീവ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെയുള്ള പ്രേക്ഷകരിലേക്കാണ് എത്തേണ്ടതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ബിയോണ്ട് ഹേർട്ട് ഡേയ്സ് വർക്ക് ഇപ്പോൾ ഒരു ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആണ് പ്രേക്ഷകൻ എന്നിരിക്കട്ടെ. അപ്പൊ പുള്ളിക്കാരൻ്റെ ഐഡിയാസ് വിശ്വസിക്കാനുള്ള ഒരു കാണും, ഐഡിയോളജി കാണും. പുള്ളിക്കാരൻ മറുവാദം പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രേക്ഷകനിലേക്ക് ഇത് എത്തുമ്പോൾ അവർക്ക് എന്തായിരിക്കും എക്സ്പീരിയൻസ്, അങ്ങനെ ഉള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ചോദ്യം വന്നതുകൊണ്ട് മറുപടി പറയാൻ തോന്നുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇതിനകത്തൊക്കെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഞാൻ കാണുന്ന സിനിമകള്, എന്നെ സ്വാധീനിക്കുന്ന സിനിമകള് നമ്മുടെ ചുറ്റുമുള്ള ജീവിതം, പിന്നെ സിനിമ എന്ന് പറയുന്ന മീഡിയത്തെ നമ്മളെങ്ങനെ സമീപിക്കുന്നു, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് എൻ്റെ സിനിമകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മളെ തന്നെ ഒരു പ്രേക്ഷകനായി കണ്ടുകൊണ്ട് ഞാൻ എന്നെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കലാസൃഷ്ടിക്ക് വേണ്ടി ഒരുതരം കമ്മ്യൂണിക്കേഷൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ചിലപ്പോൾ 5 പേർക്കായിരിക്കും ഇഷ്ടപ്പെടുന്നത്, ചിലപ്പോൾ 10 പേർക്കായിരിക്കും. ഇത് ഒരുപാട് ആളുകൾ കാണുന്നുണ്ടോ, ഇത്തരം ആകുലതകൾ അതിനകത്ത് ഇല്ല. പിന്നെ നമ്മൾ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ മുതൽ മുടക്ക് തിരിച്ചു വരണം, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്നു. പക്ഷെ ഞാൻ കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ ക്രൗഡ് ഫണ്ടഡ് ആയിട്ടുള്ള സിനിമകളാണ്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ചെയ്യുന്ന തരം സിനിമകളാണ്. അതുകൊണ്ട് തന്നെ വലിയ മുതൽ മുടക്ക്, അതുകൊണ്ട് ഇതിന്റെ മൂലധനം തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ മൂലധനം ഒരു പ്രശ്നമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ കാണുന്ന സിനിമകളിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ശൈലി സ്വീകരിക്കുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു കുറ്റിപ്പുറം പാലം തൊട്ടുള്ള സിനിമകളായി കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള ഒരു ഡോക്യുമെന്റേഷൻ, ഫിക്ഷൻ, ഇതിനെയൊക്കെ മിക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കുറച്ചുകൂടി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ നാട്ടിലെ ജെനുവിൻ ആയിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുക. കുറെ കാര്യങ്ങൾ ബോധപൂർവവും കുറെ കാര്യങ്ങൾ അബോധപൂർവം ഒക്കെ സംഭവിക്കുന്നതാണ്. പക്ഷെ നിലവിലുള്ള നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്യുന്ന സിനിമകളിൽ നിന്ന് എങ്ങനെയൊക്കെ നമ്മുടെ ഒരു ഫോമിനെ വ്യത്യാസം കൊണ്ടുവരാം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അതല്ലാതെ ഇപ്പൊ ഒരു ഭയങ്കര സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്ന സിനിമകളല്ല. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ചുറ്റുപാടിനോട് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു മീഡിയത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നത് കാണി എന്നുള്ള നിലക്ക് എനിക്ക് തോന്നിയ കാര്യങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു. അത്രേ എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നുള്ളൂ.
രണ്ട് കാര്യമാണല്ലോ ഉയർന്നു വന്നത്. അപ്പം ആദ്യം ഭവിച്ചേട്ടൻ പറഞ്ഞൊരു വിഷയത്തിനോടും മാഡം പറഞ്ഞൊരു കാര്യത്തിനോടും ഞാൻ മറുപടി പറയാം. അതായത് വാസ്തവത്തില് ഞാൻ അതിനെ യോജിക്കുകയാണ്. രണ്ട് തരത്തിലാണ് സിനിമ ആ ഒരു വിഷയത്തെ എങ്ങനെ കൺസീവ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ബാക്കി പബ്ലിക് ഡൊമൈനിലുള്ള ഡിസ്കഷൻ ഞാൻ അതിന്റെ വഴിക്ക് വിടുകയാണ്. അത് പബ്ലിക് ഡൊമൈനിലുള്ള ഡിസ്കഷൻ നടക്കട്ടെ. ഒരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ജെൻഡർ ന്യൂട്രൽ യൂണിഫോമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് നടന്ന ചർച്ചയില് ഈ സിനിമ മൊത്തം നിങ്ങൾ ഒരു തവണ കൂടെ അത് ശ്രദ്ധിച്ച് കാണാൻ ഒരു ഇതിൽ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. ആ സിനിമ മൊത്തത്തിൽ ഒരു മീഡിയ ക്രിറ്റിസിസം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ മീഡിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇത്തരം ചർച്ചകൾ ആര് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണ്. അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഞാൻ അതിന് അങ്ങനെ തന്നെയാണ് കൺസീവ് ചെയ്യുന്നത്. ഒന്ന് അത് ഒരു വലതുപക്ഷ അജണ്ടയോ ഒരു സംഘപരിവാർ അജണ്ടയോ ആണ്. അപ്പൊ നമ്മൾ ഈ വാളയാർ അമ്മയുടെ സമരത്തിന്റെ കാര്യം ആദ്യം ഞാൻ പറയാം. വാളയാർ അമ്മയുടെ സമരത്തിന് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മീഡിയയുടെ ഒരുപാട്, നമ്മൾ ഒരു മീഡിയ, ഞാൻ ഇത് മണ്ണിലൊക്കെ കുറെ മീഡിയയുടെ വിഷ്വൽസ് ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പൊതുവെ ഡോക്യുമെന്ററികൾ പലപ്പോഴും ഒരു വിഷയം പറയുമ്പോൾ അതാത് സമയത്ത് പത്രക്കട്ടിങ്ങുകളും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ കണ്ടന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പത്രക്കട്ടിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതിലൊരു വിഷ്വൽ പോലും അങ്ങനെ ഏതെങ്കിലും ഡോക്യുമെന്ററികൾ, ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്ററികൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ എനിക്കത് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, എന്റെ എല്ലാ ക്രൂവും അതിനൊപ്പം സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു മീഡിയ വിഷ്വലും വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മീഡിയ സോഴ്സിനെ യൂസ് ചെയ്യാതെയാണ് മൊത്തം ഡോക്യുമെന്ററി ചെയ്തിട്ടുള്ളത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മീഡിയനെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. വാസ്തവത്തിൽ തിരിച്ചാണ്. അതായത് ഇത് ഞാൻ IDSFL ചോദ്യം വന്നപ്പോഴും ഞാൻ ആ കാര്യം പറഞ്ഞു. മാധ്യമങ്ങൾ നുണ പറയുന്ന കാലത്ത് സത്യം പറയുക എന്നുള്ളതാണ് ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ നമ്മൾ, മാധ്യമങ്ങൾ നുണ പറയുന്ന ഒരു കാലമാണ്. അപ്പൊ മാധ്യമങ്ങൾക്ക് ഓരോ മാധ്യമങ്ങൾക്കും ഒരു അജണ്ട ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു വിഷ്വലിന് ഏഷ്യാനെറ്റിന്റെ വിഷ്വൽ ഡൗൺലോഡ് ചെയ്താൽ അതിന്റെ അത് കൊടുക്കുന്ന ഒരു മറ്റേ എന്താ പറയുന്ന മെസ്സേജ് അല്ല കൈരളുടെ ഒരു വിഷ്വൽ വെച്ച് കിട്ടുക. ഇതായിരിക്കില്ല അവിടെ ജനന്റിയുടെ ഒരു വിഷ്വൽ വെച്ചാൽ കിട്ടുന്നത്. അതെല്ലാം മാധ്യമത്തിന്റെ ഒരു വിഷ്വൽ വെച്ച് കിട്ടുന്നത്. ഈ ഓരോ മാധ്യമങ്ങൾക്കും അതായത് ഞാൻ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടല്ല പറയുന്നത്. ഞാൻ പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ മീഡിയത്തിനും, അതുപോലെ മാതൃഭൂമിയുടെ പത്രക്കട്ടിങ് വെക്കുന്ന എല്ലാ മനോരമയുടെ പത്രക്കട്ടിങ് വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു കാലത്ത് നമ്മൾ എന്ത് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വാളയാർ അമ്മയുടെ സമരത്തിന്റെ തുടക്കത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ ബേജേട്ടൻ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇതും കൂടി അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കാര്യം പറയാം. അവിടെ നിങ്ങൾ കാണുന്ന ആ സമരം നടക്കുന്നത് ഈ സത്യത്തില് ഈ സിനിമയുടെ ഉള്ളിൽ മുഴുവൻ അതിന്റെ ശബ്ദത്തില് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. മൊത്തത്തിൽ ഞാൻ മീഡിയയുടെ വോയിസ് സോഴ്സുകൾ ഇട്ടിട്ടുണ്ട്. സിനിമ തുടങ്ങുന്നത് തന്നെ മറ്റേ റേഡിയോയുടെ ഒരു മ്യൂസിക് എന്നാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാർത്ത കേൾക്കും. ഇവിടെ മറ്റേ ഇത് കേൾക്കാം, മറ്റേ എന്താ പറയുന്ന സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്ന ഒരു വോയിസ് നോട്ട്, ഒരു ചാനൽ വോയിസ് നോട്ട് അവിടെ എങ്ങനെ കേൾക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതായത് ഇത് നടക്കുന്നത് ഇലക്ഷന്റെ കാലത്താണ്. ഇലക്ഷനാണ് അതിന്റെ ഒരു മൊത്തം. എന്റെ രണ്ട് സിനിമയ്ക്കകത്ത് ഇലക്ഷൻ ഉണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മളുടെ പൗരാവകാശം, പൗരനിർണയം, ഇത്തരം അവകാശങ്ങളുടെ എല്ലാത്തിനെയും റിഫ്ലക്ട് ചെയ്യുന്ന ഒന്ന് എന്നുള്ള രീതിയിലാണല്ലോ ബാലറ്റ് പേപ്പർ എന്ന് പറയുന്ന ഒരു സംഗതി നിൽക്കുന്നത്. അപ്പൊ ഈ ബാലറ്റ് പേപ്പറിൽ എന്താണെന്നുള്ളത് ആ സിനിമ വളരെ കൃത്യമായിട്ട് ഞാനതിനെ രണ്ട് സിനിമയിലും അത്, പക്ഷെ അതിന്റെ അണ്ടർസ്കോർ ആണ്, പെരിഫറൽ അല്ല, പുറത്തേക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ അഗൈൻ ആൻഡ് അഗൈൻ ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ട് വാച്ച് ചെയ്യുമ്പോൾ അത് കിട്ടുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ ആ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഞാൻ കാര്യം എന്റെ വ്യൂ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, സിനിമയല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത് മൊത്തം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തൊരു മീഡിയ ക്രിറ്റിസിസം, ആദ്യം വാളയാർ അമ്മയുടെ ആ സമരം അവിടെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കോൺഗ്രസ് രമ്യ ഹരിദാസ് MP ഒക്കെ അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ആ സമയത്ത് ഇലക്ഷൻ മെറ്റീരിയൽ ആയിരുന്നു ആ സമരം. അതായത് ഇത് പൊളിറ്റിക്കൽ അജണ്ട ആവുകയാണ്. അതായത് നോ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് ഇൻട്രസ്റ്റഡ് ഓൺ ഗെറ്റിംഗ് ദ ജസ്റ്റിസ് ടു ദാറ്റ് പർട്ടിക്കുലർ ഇത് എന്നുള്ളതാണ് അതിന്റെ ഫാക്ട്. അവർക്ക് ജസ്റ്റിസ് അല്ല, ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മീഡിയയ്ക്കും ഒരു സോഴ്സ് ആണ്. അതായത് ആ സമയത്ത് വൈറൽ ആവുന്ന ഒരു വാർത്തയാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന തന്നെ മനോരമയുടെ മറ്റേ ഇയാള് മയക്കം പിടിച്ച് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ മൊത്തം കാണാം. തിരിച്ച് ആ സമരം രണ്ടാം ഘട്ടം പിന്നിടുമ്പോൾ, അതിന് ആദ്യ ഘട്ടം പിന്നിട്ടിട്ട് നിങ്ങൾ കോഴിക്കോടേക്ക് എത്തുമ്പോൾ ആ സമരം പിന്നീട് ഏറ്റെടുത്തതിൽ ഗ്രോവാസേട്ടൻ, അന്വേഷ്, അജിതേച്ചി ഇവരെയൊക്കെ നിങ്ങൾക്ക് കാണാം. അതായത് ഇവര് ഈ ആദ്യ സമയത്ത് നിന്ന് മാറിയിട്ട് ഇവര് എല്ലാ ജില്ലകളിലും പ്രകടനം നടത്തുന്നു എന്ന് വന്നപ്പോ ഈ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ബാക്ക് ഔട്ട് ചെയ്യുകയും കുറച്ചും കൂടി ആക്ടിവിസ്റ്റ് കമ്മ്യൂണിറ്റി, അതോടെ ആ വിഷയത്തോട് കുറച്ച് പൊരുത്തപ്പെടുന്ന ആളുകൾ, അതിനെ വൈകാരികമായിട്ട് ഏറ്റെടുക്കുന്ന ആളുകളാണ്. അപ്പൊ ആദ്യ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ടോക്ക് നമ്മുടെ മാത്രമേ കാണുള്ളൂ. ബാക്കിയുള്ളവരൊന്നും വൈകാരികമായിട്ടല്ല സംസാരിക്കുക. വിഷയം വൈകാരികമാണ്, തലമുട്ടടിക്കുന്ന ആ സംഗതി വൈകാരികമാണെങ്കിലും അവിടെയുള്ള ടോക്കുകൾ നിങ്ങൾക്ക് വൈകാരികമല്ല. അതൊരു ഇതിലാണ്, ഒരു എന്താ പറയുക, ഒരു ഇലക്ഷൻ കണ്ടന്റിലാണ് ആ എല്ലാ സാധനങ്ങളും അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ആ വിഷയം പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രതികൾ വിട്ടയക്കപ്പെടുന്ന കാലവും ഒക്കെ വരുമ്പോൾ വാസ്തവത്തിൽ മനസ്സുകൊണ്ട് ആ ഒരു വിഷയത്തെ ഏറ്റെടുത്തിട്ടുള്ള മനുഷ്യരാണ് പിന്നെ കൂടെ വരുന്നത്. അത് ആക്ടിവിസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. അവരൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ടല്ല, മറിച്ച് ഒരു ആക്ടിവിസ്റ്റ്, ഒരു ചക്രം തിരിക്കുന്ന ഒരു ഫോഴ്സ് ആയിട്ടാണ് അത് വരുന്നത്.
അതിന്റെ 3ാം ഘട്ടത്തിൽ വരുമ്പോഴാണ് അമ്മ പോയിട്ട് ഇലക്ഷൻ നിൽക്കുന്നത്. അമ്മ പോയിട്ട് ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റർ പോലും കാണാൻ പറ്റില്ല. അതായത് അവിടെ ആ സ്ഥലത്തിരുന്ന് വർത്തമാനം പറയുന്ന അവർ വളരെ പൊതുബോധമാണ് ആ അമ്മമാരെ അവിടെ സംസാരിക്കുന്നത്. അവർ മറ്റേ ഇതിനൊക്കെ മീഡിയയിൽ ഇങ്ങനെ വരുന്നു, നമ്മുടെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല എന്നൊക്കെ പറയുന്ന, കുട്ടികളെ നോക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തിരിക്കുമ്പോൾ അവർക്ക് പോലും അറിയില്ല, അവിടെ ഇരുന്ന് സംസാരിക്കുന്നവർക്ക് പോലും അറിയില്ല അവരവിടെ ഇലക്ഷൻ എഴുതുന്നത്. ഒരു സ്വകാര്യം പറയുന്ന പോലെയാണ് അവിടെ സംസാരിക്കുന്നത്. അതായത് എന്തിനാണ് മീഡിയ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതേ സെയിം സംഗതിയാണ് ഈ മറ്റേ എന്താ പറയുന്നത് ബാലുശ്ശേരിയുടെ വിഷയത്തിൽ വരുന്നത്. ബാലുശ്ശേരിയുടെ വിഷയത്തിൽ ഞാനത് ഓപ്പൺ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു എല്ലാവരും കൂടി കൊട്ടിപ്പാടിരുന്ന ആണുങ്ങളെല്ലാം കൂടിയിട്ട് പാട്ട് പാടുന്ന സ്ഥലമാണ്. ആണുങ്ങൾ പാടുന്ന പാട്ട് എന്ന് പറയുന്നത് ഭാരത ജനനി ഇതൊക്കെ പറയുന്ന ഭയങ്കരമായിട്ട് നമ്മുടെ എന്താ പറയുന്നത് ഭയങ്കര പാട്രിയാർക്കൽ പൊതുബോധത്തിലുള്ള ഒരു പാട്ടാണത്. അതായത് എന്താ ത്യാഗമാണ്, മറ്റേ ഗാന്ധി പിറന്നൊരു മണ്ണാണ്, തറവാടാണ് എന്നൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ. അതിൽ നിന്ന് കൊട്ടിപ്പാടുന്നത് എന്നിട്ട് ഹീറോസ് അഡ്മിറൽസ് എന്നാണ്, മറ്റേ എന്താ പറയാ നായകരെ പടനായകരെ എന്നാണ് ആ പാട്ട് അവസാനിക്കുന്നത്. ഇങ്ങനെ നായകർ നിർമ്മിച്ചെടുത്തൊരു ചരിത്രമാണ്. അതിന്റെ തുടർച്ച തന്നെയാണ് നിങ്ങളുടെ ചർച്ചയിൽ ഇപ്പൊ കാരശ്ശേരി മാഷായാലും MSFന്റെ ലീഡർ ആയാലും മറ്റേ വിനു ആയാലും, അതായത് ഏഷ്യാനെറ്റിന്റെ വിഷലാണ് അവിടെ വരുന്നത്. ആ വോയിസ് നോട്ടാണ് അവിടെ. ഇത് ആരാണ് അന്ന് അന്തിച്ചർച്ച നടത്തിയത് നിങ്ങൾ നോക്കണം. ഏഷ്യാനെറ്റ് ആണ് അന്തിച്ചർച്ച നടത്തിയത്. ഏഷ്യാനെറ്റിന്റെ ആവശ്യമാണ്. കാരണം ഏഷ്യാനെറ്റ് ഏത് പൊളിറ്റിക്കൽ മറ്റേ പക്ഷത്താണ് നിൽക്കുന്നത്, മാധ്യമം എന്നുള്ള നിലയ്ക്ക് അത് ഏത് പൊളിറ്റിക്കൽ പക്ഷത്താണ് നിൽക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഏഷ്യാനെറ്റിന് ആവശ്യമാണത്. അപ്പൊ വാസ്തവത്തിൽ ആ ബാലുശ്ശേരി വിഷയം വാസ്തവത്തിൽ ആ സ്കൂളില് ആ PTA-യും അവരും കൂടി എടുത്ത വളരെ അവർക്ക് താല്പര്യമുള്ളൊരു തീരുമാനം. അവിടെ കുട്ടികൾക്ക് പ്രശ്നമില്ല, PTA-ക്ക് പ്രശ്നമില്ല, അധ്യാപകർക്ക് പ്രശ്നമില്ല. ഇവരെല്ലാരും കൂടി എടുത്തൊരു തീരുമാനം ആ സ്കൂളിനകത്ത് ഒതുങ്ങി പോകേണ്ട, അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥാനമായി മാറേണ്ട സ്ഥാനത്തിനെ ഭയങ്കരമായിട്ടൊരു വലിയ ചർച്ചയായി മാറ്റിയതിന്റെ ഒരു ഉത്തരവാദി സത്യത്തിൽ മീഡിയയാണ്. പക്ഷെ മീഡിയ അത് എടുക്കുമ്പോൾ അതേ സംഘപരിവാർ അജണ്ടയ്ക്കകത്ത് മുസ്ലിം സംഘടനകൾ കൂടെ ചേർന്ന് ചാടുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ആ ചർച്ചയിൽ അവരും കൂടെ ഭാഗമാക്കാവുന്നു, അവരതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അത് പിന്നീട് അതിന്റെ ആഫ്റ്റർ കോഴ്സ് എന്ന് പറയുന്നത്, കാരണം നമ്മൾ ഇതിലൊക്കെ ഞാൻ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഒരു എന്താ പറയുന്ന ഒരു പർട്ടിക്കുലർ കാലത്ത് സിനിമ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നീട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തു അന്നേരം നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അതിനകത്ത് ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ചർച്ച ഇപ്പൊ നോക്കുമ്പോൾ കാതലും കൂടി ജിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ചർച്ച അന്ന് ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം അതിനകത്ത് കനകദുർഗ് വരുന്നുണ്ട്, അവരതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ട സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടെയായിരുന്നത്. അപ്പൊ കാലത്തിനും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് അതും കൂടി അതിനകത്തൊരു ഘടകമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഒരു പീരീഡിനെ നമ്മളിങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് വാസ്തവത്തിൽ അതിനകത്ത് ചെയ്യാൻ നോക്കിയത്. ഞാൻ അതിനെ എങ്ങനെ വേണമെങ്കിൽ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും പ്രേക്ഷകനുണ്ട്. രണ്ടാമത്തെ ഇദ്ദേഹത്തിന്റെ ചോദ്യം, അത് എനിക്ക് തോന്നുന്നു പ്രതാപമായിട്ട് എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രതാപ് പറഞ്ഞ ആൻസർ തന്നെയാണ്. പക്ഷെ ഞാൻ കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ ഹോമോഫോബിക് ആയിട്ടുള്ള ഒരാളെ ഇപ്പൊ ഈ സിനിമ ആളുകളെ കാണിച്ചിട്ട് അവരുടെ മറ്റേ പൊതുബോധ ധാരണനെ മുഴുവൻ തിരുത്തിയെടുക്കാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു സിനിമക്കാരനെ വിശ്വസിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒരു മെറ്റീരിയൽ കണ്ടന്റ് ആയിട്ട് മുന്നിൽ വെക്കാനും ആ മെറ്റീരിയൽ കണ്ടന്റ് വെച്ചിട്ട് പൊതുസമൂഹത്തിന് വേണമെങ്കിൽ ചർച്ചയ്ക്ക് എടുക്കാതിരിക്കുകയും ചെയ്യാം. ചർച്ചയ്ക്ക് എടുക്കുന്ന രീതിയിൽ സിനിമ ചെയ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആർട്ട് സാധനത്തിന് കണ്ടന്റിന് അങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ അത് അങ്ങനെ പല ഫോമുകളാണ്. അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഈ സിനിമ മൊത്തത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹെട്രോട്ടോപ്പിയെ പറ്റിയിട്ട് മാളവിക പിന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ബേസിക്കലി സിനിമ ആക്ച്വലി കൈകാര്യം ചെയ്തിട്ടുള്ള ഇന്റർസെക്ഷനാലിറ്റി ഹെട്രോട്ടോപ്പിയാണ്. ഹെട്രോട്ടോപ്പിയ എന്ന് പറയുന്നതിന് കൃത്യമായിട്ട് സിനിമ തന്നെ ഡിഫൈൻ ചെയ്യുന്നത്. മാളവിക എന്ന് പറയുന്നത് കൺവെൻഷനിലെ മറിച്ചിടാൻ പറ്റുന്ന ഒന്നാണെന്നാണ്. അപ്പൊ സത്യത്തിൽ ഇപ്പൊ പ്രതാപൊക്കെ ഇവിടെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഹെട്രോട്ടോപ്പിയാണ് അവിടെ നിർമ്മിച്ചെടുക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇത് കൺവെൻഷൻ അല്ല. സോ വി ആർ ഗോയിങ് അഗെയിൻസ്റ്റ് ദ കൺവെൻഷണൽ കൈൻഡ് ഓഫ് തിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോ അതുകൂടിയാണ് എന്നാണ് ഞാൻ അങ്ങനെയാണ് പൊതുവെ ഈ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് എല്ലാം നടക്കുന്ന സമരങ്ങളിലും ഈ പൊതു സംഘടനകളുടെ ഉള്ളിൽ ഒരു പക്ഷെ അത് ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് എന്റെ ഒരു റീഡിങ്. അത്രയാണ് എനിക്ക് അതിനകത്ത് ചോദ്യത്തിന് പറയാനുള്ളത്. ആയതുകൊണ്ട് എണീക്കാൻ മടി. എൻ്റെ പേര് ജോൺസൺ മാത്യു എന്നാണ്. മാവോയിസ്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രതാപ് തന്നെ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു സംഭാഷണത്തിൽ. പ്രതീക്ഷിച്ചതല്ല കണ്ടത്. കാരണം നമ്മളുടെ പൊതുബോധത്തിലെ ഒരു മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഇമേജ് ഓൾറെഡി ഇൻബിൽറ്റ് ആണ്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു സിന്തസിസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഈ സിനിമ. അതിൽ ഒരു ഡോക്യു ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിക് ഒരു അപ്രോച്ച്, പിന്നെ കുറച്ച് ക്രിയേറ്റഡ് ആയിട്ട് ഉള്ള കുറെ വിഷ്വൽസ്. പക്ഷെ അതിൽ ഒരു അണ്ടർ കറന്റ് ആയിട്ട് ഞാൻ കണ്ടത് ഈ സൂക്ഷ്മജീവികൾ അവരെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ജൈവപരമായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ
ശ്രദ്ധ കൊടുക്കാത്ത വളരെ സൂക്ഷ്മമായിട്ടുള്ള വളരെ പതിയെ നടന്നു പോകുന്ന ഇഴഞ്ഞു പോകുന്ന ഒച്ച എന്നൊക്കെ പറയുന്ന ഈ സിംബൽസിനെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാവോയിസ്റ്റ് എന്ന് പറയുന്ന അത്രയും ദുഷ്കരമായിട്ടുള്ള ഒരു ഇമേജ് അല്ല ഒരു വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതോടെയാണ് ഞാൻ നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് തന്നത്. മാവോയിസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു മാവോയിസ്റ്റിനെ വെടിവെച്ചാലാണ് കേന്ദ്ര ഫണ്ട് കിട്ടുക എന്നുള്ളത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് ഞാൻ തന്നെ CPI-യുടെ മുതിർന്ന നേതാവിൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടതാണ്. അതോടെ നിൽക്കട്ടെ. എന്തായാലും നല്ലൊരു അപ്രോച്ചാണ് ഈ സിനിമ. പിന്നെ കണ്ട ആണ്ടാൾ പലരും പറഞ്ഞ പോലെ തന്നെ ഒരു നാടകീയത അനുഭവപ്പെട്ടു. പക്ഷെ നല്ല വിഷയമാണ്. എപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ കുറെ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലം പോലുമില്ല, അല്ലെങ്കിൽ എവിടെ പോകണമെന്ന് അറിയാത്ത ഒരു കൂട്ടം മനുഷ്യരുണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ അത് സഹായകമായിട്ടുണ്ട്. വലസൈപ്പറവകളുടെ മ്യൂസിക്കാണ് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിരിക്കുന്നത്. ആ മ്യൂസിക്കാണ് അതിൻ്റെ സിനിമേൻ്റെ അണ്ടർ കറന്റ്. അതിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ടുണ്ട്. പൊതുവെ നിങ്ങളുടെ ഈ ടീം എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിന് ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ധൈര്യത്തിനും നിങ്ങളുടെ ശ്രമത്തിനും ഒക്കെ. ഈ വലസൈപ്പറവുകൾ ഈ പീരുമേടിലെ കൊടുവാകരണം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, അത് ഈ നമ്മൾ ഈ സാധാരണ യാത്ര പോകുമ്പം കാണുന്ന ഒരു പ്രദേശമല്ല, ഉൾനാടൻ തേയിലത്തോട്ടം. അതിന് അവിടുന്ന് കടകമ്പോളങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് വരണമെങ്കിൽ മിനിമം 1.5 മണിക്കൂറെങ്കിലും ടാറുകളിൽ കിടക്കുന്ന പൊളിഞ്ഞ റോഡുകളിൽ കൂടി ഞായറാഴ്ച മാത്രമാണ് അടുത്ത തൊഴിലാളികൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവിടെ മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും അവിടെ ചെന്നാൽ അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രസീത പറയണമെന്ന് പറയുന്നത്, പ്രസീത ഒരു ഡോക്ടറും കൂടിയാണ്. അദ്ദേഹം അഭിനയിക്കാൻ വന്നതിൽ ഒരാൾ ഡോക്ടർ ആയതുകൊണ്ടാണ് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ വലസൈപ്പറവുകൾ സമ്പൂർണ്ണമായത്. കാരണം എല്ലാവർക്കും അസുഖം പിടിച്ചു. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പശുവിനെയൊക്കെ കടിക്കുന്ന ഒരുതരം മൂട്ടയല്ലാത്ത ഒരുതരം ചെള്ള, ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഞങ്ങളതിന് മ്ലാമൂട്ട എന്നൊക്കെ പറയാം ഞങ്ങളുടെ നാട്ടിൽ, ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയില്ല. അത് കാട്ടിലെ ജീവികൾ, ഇപ്പോൾ കാട്ടുപൂത്തിലോ എൻ്റെ ശരീരത്തൊക്കെ ഉള്ളതാണ്. ഇത് വ്യാപകമായി അവിടെയുണ്ട്. മനുഷ്യൻ തണലുള്ളൊരു സ്ഥലത്തേക്ക് നടന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൽ കയറി കടിച്ച് അവിടെ ഇരിക്കും, നമ്മൾ അറിയില്ല. വളരെ സൂക്ഷ്മമായ സാധനം. ഒരാഴ്ച കൊണ്ടൊക്കെ ഇത് വീർക്കത്തുള്ളൂ. ഇത് കടിക്കുന്ന എല്ലാവർക്കും പനി വരികയും മാസങ്ങളോളം ചൊറിച്ചിൽ വരികയും പലർക്കും മറ്റസുഖങ്ങളൊക്കെ വരാം. ഇത് വലിയ സൈഡ് എഫക്റ്റ് ഉള്ളൊരു, ഇത് വ്യാപകമായുണ്ട്. ഇതെനിക്കറിയാമായിരുന്നു, പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോൾ അവിടെ തോട്ടത്തൊഴിലാളികൾക്കറിയാം, അവർ അവിടെ നിൽക്കരുതെന്നൊക്കെ പറയും. പിന്നെ ഈ പശുവിൻ്റെ മൂട്ടയും, പശുവിനെയൊക്കെ അഴിച്ചുവിട്ടേക്ക് എപ്പോഴും അലഞ്ഞടക്കുന്നതുകൊണ്ട് പശുവിൻ്റെ മൂട്ടയും മനുഷ്യരെ വ്യാപകമായി ആക്രമിക്കും. ഈ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും അസുഖമൊക്കെ വന്ന് പുറത്തേക്ക് പോകാനോ മരുന്ന് വാങ്ങാനൊന്നും കഴിയാത്ത സമയം പ്രസീത സിനിമയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ സമയം അവിടെ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ്. ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, പ്രസീത ഈ നാട്ടുകാരിയാണ്, കോഴിക്കോടുകാരിയാണ്, യൂണിവേഴ്സിറ്റിയിലെ. അപ്പം ഞാൻ വേറൊരു സുഹൃത്ത് വഴിയാണ് ഞാൻ പ്രസീതയെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം പ്രസീത എന്നോട് ആവശ്യപ്പെട്ടത്, സിനിമയാണെങ്കിൽ ഞാൻ വരാം, പക്ഷെ എനിക്ക് പ്രത്യേകമായ പൈസയൊന്നുമില്ല, പൈസയൊന്നും തരില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എനിക്ക് പൈസയൊന്നും വേണ്ട, പക്ഷെ എനിക്ക് താമസിക്കാൻ ഒറ്റയ്ക്കൊരു റൂമാണ്, ഞാൻ ആരോട്ട് ഷെയർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രസീത വരുന്നത്. അപ്പം ഞാൻ പല സ്ഥലത്ത് പറഞ്ഞുകൊണ്ട് പ്രസീതയ്ക്ക് അത് ക്ലീശയായിട്ട് തോന്നിയേക്കാം. പക്ഷെ അവിടെ വന്നിട്ട് പ്രസീത ഒരു 3 ദിവസത്തിന് ശേഷം അവിടുത്തെ തോട്ടത്തൊഴിലാളികളുടെ ലയത്തിൽ അവിടുത്തെ മനുഷ്യരോടൊപ്പമാണ് ബാക്കി ദിവസം താമസിച്ചത്. കാരണം അത്രയേറെ നല്ല മനുഷ്യർ, നൈർമല്യമുള്ള, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നൈർമല്യമുള്ള, ശരിക്കും നിങ്ങളൊക്കെ മൂന്നാർ കാണാൻ പോകുമ്പോൾ ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഒന്ന് നടന്ന് ആ മനുഷ്യരിൽ ഒരാൾ കാണാൻ കഴിഞ്ഞാലത് സംസാരിച്ച് സ്നേഹം മാത്രം തരാൻ കഴിയുന്ന ഒരു പറ്റം നല്ല മനുഷ്യരുടെ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ കൂടെ നിന്നതുകൊണ്ടാണ്. ഒപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ സിനിമ. ഒരു പറ്റം സുഹൃത്തുക്കളുടെ ക്ഷീണപരിശ്രമം, ഇങ്ങനൊരു സിനിമ ഉണ്ടാകണമെന്ന മുഴുവൻ ആൾക്കാരുടെയും, അത് സുനിൽ മാലൂരിൻ്റെ സിനിമ ഉണ്ടാകുമെന്നല്ല, അവിടെ തുടർന്നൊരാളുടെ കഥ പറയുന്നൊരു സിനിമ ഉണ്ടാകണമെന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും വലിയ
പ്രയത്നം കൊണ്ടുണ്ടായ ഒരു സിനിമയാണ്. അതുകൊണ്ട് ഈ സിനിമ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന എല്ലാ കൈയടിക്കും അവരെല്ലാവരും അർഹരും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ സിനിമ. അവിടെ ആ പ്രദേശത്ത് ഇപ്പോഴും എന്താ പറയുക, മനുഷ്യ കച്ചവടം നല്ല കേരളത്തിൽ ഈ സൈഡ് സിനിമയിൽ അഭയാർത്ഥികളെ കുറിച്ച് പറയുന്നെങ്കിൽ അവിടെ മനുഷ്യ കച്ചവടം ഇന്നും നിലനിൽക്കുന്ന സ്ഥലമാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് തമിഴ്നാട്ടിലെ അസ്പൃശ്യരായ ദളിത് വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ ഇടുക്കിയിൽ നിന്ന് സ്വർണം പറകിയെടുക്കാം എന്ന വ്യാമോഹത്തിൽ, കങ്കാണിമാരുടെ വ്യാമോഹത്തിൽ വീണ്. ഇത് കാഞ്ചിയാർ രാജൻ എഴുതപ്പെട്ട ഒരു ചരിത്രമാണ്. കാഞ്ചിയാർ രാജൻ എന്ന് പറഞ്ഞ ഗവേഷകൻ എഴുതിയ ചരിത്രമാണ്. അങ്ങനെ വരുന്ന മനുഷ്യർ പിന്നീട് അവിടുത്തെ ലയങ്ങളിൽ, ബ്രിട്ടീഷുകാരുടെ ലയങ്ങളിലൊക്കെ പിന്നീട് ഒത്തിരി കാലത്തിന് ശേഷമാണ്. അതിനു മുമ്പ് തിരികെ പോകാൻ ശ്രമിക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന അത്തരം നിരവധി ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഈ തൊഴിലാളികൾ ഈ ബ്രിട്ടീഷുകാരുടെ സമീപകാലത്താണ്, ഭൂപരിഷ്കരണം നടന്ന നാടാണ്. പക്ഷെ സമീപകാലത്താണ് ഈ തോട്ടം, സമീപകാലം വരെ ഈ സായിപ്പിൻ്റെ കയ്യിലായിരുന്നു. ഇപ്പം നമ്മളുടെ വലിയ രാഷ്ട്രീയക്കാരുടെ മക്കളും അല്ലെങ്കിൽ പണമുള്ളവരും വലിയ വലിയ ഗ്രൂപ്പുകളും ഒക്കെ വന്നിട്ട് ഈ തേയിലത്തോട്ടം മുറിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുറിച്ച് വാങ്ങുമ്പോൾ സംഭവിക്കുന്നത്, ഈ മുതലാളി മാറുന്ന തൊഴിലാളി അറിയില്ല. എന്ന് പറഞ്ഞാൽ ഒരു മുതലാളി ഇത് കൈമാറ്റം ചെയ്യുന്നത് ഈ തൊഴിലാളികളെ ഉൾപ്പെടെ കൈമാറ്റം ചെയ്യും. പിന്നീട് അയാൾ മുതിയൊരു മുതലാളിയുടെ കീഴില്ല. ഈ മുതലാളി മാറിയതും നാളുകൾക്ക് ശേഷമായിരിക്കും പക്ഷേ ഈ തൊഴിലാളി അറിയുന്നത്. ഇവരാവട്ടെ, ഈ വരുന്ന മുതലാളിയാവട്ടെ, സർവീസ് തീർന്ന് പിരിഞ്ഞു പോകുന്നവർക്ക് കിട്ടേണ്ടുന്ന ഒരു പണമുണ്ട്. നമ്മൾ സർക്കാർ ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ കിട്ടുന്ന പോലെ അവർക്കും കുറച്ച് പൈസയുടെ ആനുകൂല്യമുണ്ട്. ഈ പൈസയാണ് ഇവരുടെ സ്വപ്നം. ഇപ്പം 3-4 തലമുറ മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ട് അവർക്ക് തമിഴ്നാട്ടിൽ വേരുകളൊന്നുമില്ല. അപ്പം എവിടെയെങ്കിലും ഒരു ചെറിയ ജീവിത സാഹചര്യം അവർക്ക് ഉണ്ടാകണമെങ്കിൽ ഈ പൈസ കിട്ടണം. പക്ഷെ പുതിയ മുതലാളിമാരാരും, ഇവരെ വാങ്ങിയ മുതലാളിമാരാരും പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ പൈസ കൊടുക്കാത്തത് കൊണ്ട് ഈ പൈസ കിട്ടുന്നിടം വരെ ഈ ലയങ്ങളിൽ താമസിക്കുക. പക്ഷെ ഈ മുതലാളി ലയം മെയിൻറ്റെയിൻ ചെയ്യില്ല. അതുകൊണ്ട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചോർന്നൊലിക്കുന്ന 1.5 മുറി ലയങ്ങളിലാണ് നിരവധി കുടുംബങ്ങൾ. മറ്റു ഒരു തൊഴിലും ചെയ്യാനില്ല, പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല, പൈസ കിട്ടിയിട്ടില്ല. മനുഷ്യ കച്ചവടത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ചരക്കുകളായി മാറിയതോടെ ഇവർക്ക് സ്വന്തം ചിന്തയും സ്വന്തം അതിജീവനവും കൂടെ അസാധ്യമായി നമ്മുടെ നാട്ടിൽ. അങ്ങനെ ജീവിക്കുന്ന ഒരു ഭാഗം മനുഷ്യരും കൂടിയാണ്. പിന്നെ വേറൊരു വിഷയം രവീസ മറുപടി പറയേണ്ട വിഷയമാണ്. എന്നാലും ഞാനങ്ങ് പറയാമെന്ന് വിചാരിക്കുന്നു. ഈ ഭാഷയെക്കുറിച്ച് വന്നൊരു വിമർശനം കുഴപ്പമില്ലല്ലോ. ഞാൻ ആ നാട്ടുകാരനാണ്. എനിക്ക് ഇദ്ദേഹത്തോട് ചെറിയ ബുദ്ധിമുട്ടുള്ളത്, ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് സിനിമ. കാരണം എൻ്റെ ചെറുപ്പകാലം മുതൽ ഞങ്ങളെപ്പോഴും പോകുന്ന 2 മാസം കൂടുമ്പോഴെങ്കിലും കാട് കയറാൻ പോവുകയും മറ്റ് പല കാരണങ്ങളാൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും അതിൻ്റെ ദുരിതവും ബുദ്ധിമുട്ടും ശരിക്കും പറയാം നമ്മുടെ ജയിലുകളിലൊക്കെ ഭയങ്കര സുഖമാണ്. ഇത് വന്യമൃഗങ്ങളുടെ കാവലിലിട്ടേക്കുന്ന ജയിലെന്നാണ് ഞാൻ ഈ ഗവിയെക്കുറിച്ച് പറയുന്നത്. വന്യമൃഗങ്ങളെയാണ്, മനുഷ്യരെയല്ല, വന്യമൃഗങ്ങളെയാണ് കാവലിലിട്ടേക്കുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് പോയി രക്ഷപ്പെടാൻ പറ്റില്ല. 2 മണിക്കൂറിലധികം ഒരു സ്ഥലത്തേക്ക് നല്ല ഹൈ സ്പീഡ് വാഹനത്തിൽ സഞ്ചരിച്ചാൽ പുറം ലോകത്തെത്തുള്ളൂ. നടന്നു പോകുന്ന ഒരാൾക്ക് 2-3 ദിവസമൊക്കെ എടുക്കും. അങ്ങനൊരു സ്ഥലം. അവിടെ നിങ്ങൾക്ക് തോന്നിയ ഈ ഭാഷയെക്കുറിച്ചുള്ള സംശയം ആ സിനിമയുടെ വിജയമാണെന്ന് ഞാൻ കരുതുന്നു. കാര്യം ഈ കൊടും കാടിന്റെ നടുവിൽ ജീവിച്ച ഈ മനുഷ്യർ ഏത് ഭാഷ സംസാരിക്കണം? അവർ തമിഴ് സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോകുന്നു. നമ്മൾ പേരിന് മലയാളം സംസാരിക്കുന്നുണ്ടോ? ആരാണോട് മലയാളം പറയുന്നത്? അവിടെ കുറുക്കരോടും കുരങ്ങിനോടും കടുവയോടും മലയാളം പറയാൻ പറ്റും? വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യർ ഇന്നും. ഏറ്റവും അവസാനം ഒരു വർഷം മുമ്പ് അവരെ പുറത്ത് പുനരധിവസിപ്പിക്കാൻ പാക്കേജ് വന്നു. നിങ്ങളുടെ സിനിമയ്ക്കൊക്കെ ശേഷം പുനരധിവസിപ്പിക്കാൻ പാക്കേജ് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇത് സീതത്തോട് എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് ഗവി. സീതത്തോട് എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശം, ഒരു പഞ്ചായത്തിന്റെ ആസ്ഥാനം. ഈ പ്രദേശത്തെ രാഷ്ട്രീയ നേതാവ് അയാൾക്ക് ഈ സീതത്തോടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണം, ഈ മകരവിളക്കൊക്കെ കാണാൻ ആൾക്കാർ കയറിയിരിക്കുന്ന വലിയ മലകളുള്ള സ്ഥലം. അവിടെയാണ് ജനങ്ങൾ അധിവസിക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിലൊക്കെ 1-ലധികം ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി നിരവധി പേര് മരിച്ച സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ ഇവർക്ക് ഈ പാക്കേജ് അനുവദിച്ചപ്പോൾ ഇവർക്ക് 8 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അപ്പൊ 8 ലക്ഷം രൂപ ആകെ അനുവദിച്ചത് അതുകൊണ്ട് അവർക്ക് പുറത്ത് വസ്തു വാങ്ങി വീട് വെക്കാം. അപ്പൊ അവിടുത്തെ രാഷ്ട്രീയക്കാരെന്ത് ചെയ്തു? ഭരിക്കുന്ന ഒരു പാക്കേജ് ഉണ്ടാക്കിയിട്ട് ഈ ഗവിയിലെ
ശ്രീലങ്കക്കാർ വംശജരായ മനുഷ്യർക്ക് പുറത്ത് വസ്തു വാങ്ങി. ആരുടെ? ഈ രാഷ്ട്രീയ നേതാവിൻ്റെ കൊടുത്താൽ 1000 രൂപ പോലും കിട്ടാത്ത, 1 ഏക്കറിന് 1000 രൂപ പോലും കിട്ടാത്ത വസ്തു 8 സെന്റ് 8 ലക്ഷം രൂപയ്ക്ക് ഇവർക്ക് എഴുതി കൊടുത്തു. അങ്ങനെ സർക്കാരിന്റെ ആനുകൂല്യം കിട്ടി പുറത്തേക്ക് പോകാനും വയ്യാതെ ആ പാവങ്ങൾ ഇപ്പോഴും ഇവിടെ കഷ്ടപ്പെടുകയാണ്. അത്രയേറെ പ്രതിസന്ധി ഉള്ളൊരു സ്ഥലത്ത് ഈ ഇലക്ട്രിസിറ്റി ബോർഡുകാരും ഫോറസ്റ്റുകാരും ചെന്നപ്പോൾ സംസാരിക്കുന്നത്, പിന്നെ തോട്ടത്തിലെ മാനേജര് 1-2 ജീവനക്കാരൊക്കെ അതേ ഉള്ളൂ പണ്ട് മുതൽ. അവര് സംസാരിക്കുന്ന കേട്ടാണ് ഈ പാവങ്ങൾ മലയാളം പഠിച്ചത്. അവർക്ക് വേറെ മലയാളത്തിന് സോഴ്സ് ഇല്ല. ചുറ്റോട് ചുറ്റും ഏക്കർ കണക്കിന് കാടാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് അവര് സംസാരിക്കുന്നത് മലയാളമാണോ തമിഴാണോ? ഇത് ഈ പ്രശ്നം ഇവിടെയുണ്ട്. വലസൈപ്പറകളിൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം. കാരണം തമിഴിൽ നിന്ന് വേറിട്ട് പോയി പതിറ്റാണ്ടുകളായി, പല തലമുറകളായി. പിന്നെ ഈ വലസൈപ്പറ കുറച്ചുകൂടെ മലയാളം സുഖമായിട്ട് സംസാരിക്കുന്നത് കോട്ടയം ജില്ലയുടെ ബോർഡറാണ്. അതുകൊണ്ട് കോട്ടയം മലയാളം അവർക്ക് ഒത്തിരി പത്രമൊക്കെ സ്റ്റേറ്റിൽ 1-2 ഒക്കെ വായനശാലയിലൊക്കെ വരുന്ന ഒരു സംവിധാനമുണ്ട്. ഇതും ഇല്ല. അവിടെ പത്രം എന്ന് പറയുന്നത് ഇല്ല. ഇപ്പം ഈ റോഡ് 1 വർഷമായിട്ട് തീർന്നിട്ട് ഈ സംവിധാനം ചെയ്യുമ്പോൾ റോഡായി അല്ലേ, 60 രൂപ. അതിനുശേഷം അങ്ങനെ പത്രം ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ. പറഞ്ഞ ഒരു 3 വർഷം മുമ്പ് ഒരു പത്രം അവർ കണ്ടിട്ടില്ല. ഉണക്കമീൻ പൊതിഞ്ഞുകൊണ്ടിരുന്ന പത്രമല്ലാതെ അവരാരും പത്രം കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഭാഷയിൽ ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഈ പ്രശ്നം ഞാനും ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് നായകനൊക്കെ സംസാരിക്കുന്ന സ്ഥലത്ത് അതുണ്ടെങ്കിലും ഏതാണ്ട് അവിടുത്തെ ജനങ്ങളുടെ ഭാഷ അങ്ങനെ തന്നെയാണ്, ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണെന്നാണ് ആ നാട്ടുകാരുടെ നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പറഞ്ഞത് ഇവിടെ സൂചിപ്പിച്ചു. നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ഞങ്ങളൊരു സ്ക്രിപ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ അവിടെ പോയിട്ട് അവർ പറയുന്ന ഡയലോഗാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നിന്നാണ് ആ കഥ വികസിക്കുന്നതും അങ്ങനെ ഒരു സ്ക്രിപ്റ്റായി വരുന്നതും ഇങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തിച്ചേരുന്നതൊക്കെ അവിടെ പോയതിനു ശേഷമാണ്. അപ്പോൾ ഈ സുനിയേട്ടൻ പറഞ്ഞതുപോലെ അവർ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൽ നിങ്ങൾ പറഞ്ഞ ഇതിൽ അവിടുത്തെ ആൾക്കാർ തന്നെ വെച്ച് ചെയ്യേണ്ട സിനിമ, എൻ്റെ ഒരു ഐഡിയ അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ കാന്തനായാലും നമ്മൾ അവിടെ പോയിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അവിടെയുള്ള മനുഷ്യരെ തന്നെ വെച്ച് സിനിമ ചെയ്യണം. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ നിർവാഹമില്ല. കുറച്ച് പൈസ വേണം ഈ സിനിമ ചെയ്യണം. അപ്പോൾ ഇർഷാദൊക്കെ വരണം, എന്നാലേ ഈ സിനിമ സംഭവിക്കും. അങ്ങനെയാണ് പുള്ളി വരുന്നത്. അപ്പോൾ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും സിനിമക്ക് ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമാണ്. പിന്നെ മാഡം പറഞ്ഞത് ഇത് കുറച്ചുകൂടി എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ശരിയാണ്, അതിൽ കുറേയേറെ ശരിയാണ്. അത് ഡയലോഗിൻ്റെ ഒരു ആവർത്തനം വരുന്നുണ്ട്. ഒരേ കാര്യം തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അവർ ഒരു പിടി മണ്ണ് അവർക്ക് താമസിക്കാൻ, അല്ലെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടാൻ ഒരു മണ്ണ് അവർക്കുണ്ടാകും. അതാണ് മണ്ണിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഏറ്റവും നമ്മൾ കണ്ടത് വയനാട് കാന്തൻ ചെയ്യാൻ പോയ സമയത്ത് അവിടെയുള്ള മനുഷ്യർക്ക് 450 രൂപ ഒരു ദിവസത്തെ വേതനമുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു 350 രൂപയാണ് ഒരു പുരുഷനായാലും സ്ത്രീക്കും കിട്ടുന്നത്. ഈ പൈസ കൊണ്ട് 58 വയസ്സ് വരെ പണിയെടുത്ത് അവസാനം ഈ പൈസ കിട്ടിയിട്ട് വേണം അവർക്ക് അവിടെയല്ല പുറത്ത് പോയി ഭൂമി വാങ്ങിച്ച് താമസിക്കണം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. അങ്ങനെ അവർ ഈ ലയൊക്കെ വിട്ട് പണിയൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് മധുരയൊക്കെ ആണ് പോയി താമസിക്കുന്നത്. അപ്പം മണ്ണാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്, ആ ഡയലോഗ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അത് നമുക്ക് അടുത്ത പ്രൊജക്റ്റിന് കൂടുതൽ നന്നായി വരും എന്ന ഒരു ഇത് പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. ഡോക്ടർ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത എന്തുകൊണ്ടാണ് അവിടെ പോയി താമസിച്ചത്? എന്തുകൊണ്ടാണ് താമസിച്ചെന്ന് വെച്ചാൽ അവർക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടം ഭയങ്കര ശുദ്ധമാണെന്ന് നമുക്ക് എല്ലാ മനുഷ്യ മനസ്സുകൾക്കും ആ ഒരു പ്യൂരിറ്റി അല്ലെങ്കിൽ സത്യസന്ധമായ സ്നേഹം അവരെന്തൊരു ഇഷ്ടത്തോടെയുള്ള ഇത് കഴിക്കും അത് കഴിക്കും ഞാൻ അതുണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ അവരിൽ ഒരാളായിട്ട് ആ ഒരു സ്നേഹം തന്നെയാണ് അങ്ങോട്ട് ആക്കിയത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് പ്രിവിലേജസ് അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഈ പറഞ്ഞ കഷ്ടപ്പാടുകളോ ഒന്നും തന്നെ ഇല്ല, ഭയങ്കര സുഖസുന്ദരമായ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. ഇന്നിവിടെ കണ്ട സിനിമ പലതും നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരകമായിട്ടുള്ളതാണ്. പിന്നെ അവിടെ സത്യസന്ധമായിട്ട് അവരുടെ സ്നേഹം തന്നെയാണ്, അവരവിടെ നമ്മളോടുള്ള പെരുമാറ്റം, അതായത് ഉള്ളു തുറന്നിട്ടില്ല. എനിക്ക് സ്വന്തമായിട്ട് റൂം വേണമെന്ന് പറഞ്ഞു തന്നെ ആരും എല്ലാം ഒരു കപടം മുഖം വെച്ച് നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് അതുകൊണ്ട് അവരോട് ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് സ്വന്തമായിട്ട് റൂം വേണമെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് എല്ലാവരും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇവരങ്ങനെയായിരുന്നില്ല, അവർ പ്യൂർലി അവരുടെ ഉള്ളായിരുന്നു കാണിച്ചു തന്നിരുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലേ.
എനിക്ക് പറയാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടീം ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മളാകെ ഒരു വീട് പോലെ, അതൊരു ഹാള് 2 ബെഡ്റൂം ഉള്ളൊരു സ്ഥലമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു വേർതിരിവോ അങ്ങനെ എല്ലാവരും നമ്മളെ ഒരുപോലെ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. 10 ദിവസം 10-15 ദിവസം ഒരു ഫാമിലി ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. ഇപ്പോഴും ഒരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ ലൈഫിൽ. അത് സിനിമയിലുപരി അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയുള്ള മനുഷ്യന്മാരുള്ളതും സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇത്ര പ്രിവിലേജ് ആണെന്ന് ചിന്തിച്ചു പോകുന്നത്. ഇപ്പൊ ഇന്നിവിടെ കണ്ട പല സിനിമ നമ്മളൊക്കെ വെറീഡ് ആണെങ്കിൽ പോലും നമ്മൾ അതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ ഒരു കലാകാരൻ അവന്റെ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തു. അത്രേ പറയാനുള്ളൂ. എല്ലാവരും ഓരോരുത്തരുടെ അവസ്ഥയെ കുറ്റപ്പെടുത്താതെ അവരായിട്ട് സ്വീകരിക്കാനും സ്നേഹിക്കാനും ഒക്കെ തന്നെയാണ് ഈ എല്ലാ സിനിമകളും പഠിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും എന്താണ് യഥാർത്ഥ ട്രൂത്തിലേക്കുള്ളൊരു യാത്ര, ഈ പറഞ്ഞ പോലെ ശരീരബോധം വിട്ട് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക്, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ എക്സിസ്റ്റൻസ് എന്നുള്ളൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ സിനിമയൊക്കെ എനിക്ക് മനസ്സിലാവുന്നതും കാണുന്നതും. അതിലപ്പുറത്ത് എനിക്ക് പൊളിറ്റിക്സ് ഒന്നും അധികം അറിഞ്ഞൂടാ. ഈ ഇമോഷണൽ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഭാഷ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. അതും എൻ്റെ ആദ്യത്തെ സിനിമ ഇങ്ങനത്തെ ഒരു സിനിമ ആയതിൽ ഒരുപാട് അഭിമാനമുണ്ട്. ആദ്യത്തെ സിനിമയാണ്, അതായത് മ്യൂസിക് ഡയറക്ടർ എന്ന രീതിയിലുള്ള ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ രാംദാസ് ഏട്ടനോടും അതുപോലെ തന്നെ പ്രതാപേട്ടൻ എല്ലാവരോടും ഞാൻ പ്രത്യേകം താങ്ക്സ് പറയാണ്. കാരണം രാംദാസ് ഏട്ടനൊരു എനിക്ക് ആദ്യമായിട്ട് എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ പാട്ട് കമ്പോസ് ചെയ്യാൻ ഓക്കെ, പക്ഷെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞത് ഞെട്ടി. പക്ഷേ രാംദാസ് ഏട്ടൻ അത് പൂർണ്ണ വിശ്വാസത്തോടെ എന്നെ ഏൽപ്പിച്ചു എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് തന്നെ ടെൻഷനായിരുന്നു, പക്ഷെ അത്രയും സപ്പോർട്ട് ചെയ്ത് എന്നോടൊപ്പം രാംദാസ് ഏട്ടൻ പറയുന്ന ഓരോ കൺസെപ്റ്റ് ആണെങ്കിലും അത് വളരെ നല്ല രീതിയിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുകയും അത് അതിൻ്റെതായ രീതിയിൽ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി എന്ന് നിങ്ങളും അഭിപ്രായപ്പെട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അതിനോടൊപ്പം എനിക്ക് പ്രോഗ്രാമിംഗ് ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ മനസ്സിലുള്ള മ്യൂസിക് ഞാൻ ഇവരിലേക്ക്, സുഹാസിനും അതുപോലെ തന്നെ ഫൈസൽ, സുശാന്തായിട്ട് ഇവരെ മനസ്സിലേക്ക് ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് പാട്ടായിട്ടേ പാടാൻ എനിക്ക് അറിയുള്ളൂ. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഞാൻ പാടിക്കൊടുത്ത് പല ടോണുകളും അവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ സുഹാസ് ബാക്കി കാര്യങ്ങൾ പറയും. அப்போ എന്തായാലും தேங்க் யூ. அந்த கோபமும் வெறியும் இருந்துச்சு எங்களுக்குள்ள. அது வெளியே வர்றதுக்கு பெண்கள் உரிமைன்னு நாங்கள் பேர் வைக்கல. நாங்கள் பேர் வச்சது வந்து தளிர்னு வச்சிருந்தோம். என்ன பெற்ற மண்ணே ഞാൻ ഇറങ്ങിപ്പോന്ന മണ്ണ്, എനിക്ക് വേണ്ടി ധനം തേടിയോരെൻ്റെ മാവം.